ഇവിടെ നിങ്ങൾക്ക് കുറേ പിക്ചേഴ്സ് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? എന്തൊക്കെ പിക്ചേഴ്സാണ്? ഇൻസെക്റ്റ് വാട്ടറിൻ്റെ മുകളിൽ കൂടി നടക്കുന്നു, അതേപോലെ തന്നെ ഉണങ്ങിയ ഇലകൾ വെള്ളത്തിൻ്റെ സർഫസിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണാം, വാട്ടർ ബബിൾസ്, പിന്നെ എയർ ബബിൾസ്, പിന്നെ വാട്ടർ ഡ്രോപ്സ്. ഇതിൻ്റെയൊക്കെ ഷേപ്പ് നോക്കിയാൽ സ്ഫെറിക്കൽ ഷേപ്പായിട്ട് കാണാൻ പറ്റും. പിന്നെ ബ്ലേഡൊക്കെ വാട്ടറിൽ വെക്കുമ്പോൾ അത് താഴ്ന്നു പോകാതെ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന ബ്രഷ് പെയിൻറ്റിലോ അല്ലെങ്കിൽ വാട്ടറിലോ മുക്കിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അതിൻ്റെ ഒരു ടിപ്പ് പോലെ ആയിട്ട് മാറൂല്ലേ? എല്ലാ സ്ട്രാൻഡുകളും കൂടി ചേർത്ത് ഒരു ടിപ്പ് പോലെ ആവുന്ന കാണാറുണ്ട് അല്ലേ? പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന വിളക്കിൽ തിരി യൂസ് ചെയ്യാറുണ്ട് അല്ലേ? വിളക്കിൽ തിരി എന്താ? നമ്മൾ എണ്ണ ഒഴിക്കും, അതിൽ തിരി ഇങ്ങനെ വെക്കുമ്പോൾ ആ തിരിയുടെ മീതെ കൂടെ എന്ത് ചെയ്യും? എണ്ണ ഇങ്ങനെ മുകളിലേക്ക് കയറി കയറി പോകും. ഇതൊക്കെ നിങ്ങൾ ഡെയിലി ലൈഫിൽ കാണുന്ന കുറേ കാര്യങ്ങളാണ് അല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഫിനോമിനാസൊക്കെ നടക്കണേ? മറ്റൊരു എക്സാമ്പിൾ പറയുക വെച്ചാൽ പ്ലാന്റ്സിൻ്റെ കേസ്. പ്ലാന്റ്സിൽ നമ്മൾ മിനറൽസും വാട്ടറും ഒക്കെ റൂട്ട് അബ്സോർബ് ചെയ്തിട്ട് അതെന്ത് ചെയ്യും? നമ്മളുടെ ഇലകളിലെത്തിക്കും അല്ലേ? പ്ലാന്റ്സിൻ്റെ ഇലകളിലെത്തിക്കും. അപ്പോൾ ഇലകൾ എന്ന് പറഞ്ഞാൽ മുകളിലാണ്, അതായത് എഗെയിൻസ്റ്റ് ഗ്രാവിറ്റിയാണ് ഈ വാട്ടർ ഇലകളിലെത്തുന്നത് അല്ലേ? എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി ആണ് ഇത് എത്തുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാട്ടർ അല്ലെങ്കിൽ ലിക്വിഡ്സിൻ്റെ ചില പ്രോപ്പർട്ടീസ് പഠിക്കണം. അപ്പോൾ എസ്പെഷ്യലി നമുക്ക് പഠിക്കേണ്ടത് ലിക്വിഡ് സർഫസിൽ എന്താ സംഭവിക്കുക എന്നാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്കറിയാം, ഇപ്പോൾ ബ്രഷിൻ്റെ ഒക്കെ കേസ് എടുക്കുക വെച്ചാൽ ലിക്വിഡ് സർഫസിൽ നിന്ന് അത് മുകളിലേക്ക് എടുക്കുമ്പോഴാണ് അതിൻ്റെ എല്ലാ സ്ട്രാൻഡ്സും ഒരുമിച്ച് കാണുന്നത്. ലിക്വിഡ് സർഫസിലാണ് ഇപ്പോൾ ഇൻസെക്റ്റ് പിന്നെ ഇലകൾ ഒക്കെ പൊങ്ങിക്കിടക്കുന്നത് അല്ലേ? നമ്മൾ ബ്ലേഡൊക്കെ ഇടുമ്പോൾ അത് പൊങ്ങിക്കിടക്കുന്നത് കാണാറുണ്ട്. കൂടാതെ ഈ ബബിൾസിനൊക്കെ ഷേപ്പ് സ്ഫിരിക്കലാണ് വരുന്നത്. ഇതൊക്കെ വാട്ടറിൻ്റെ സർഫസിൽ ഉള്ള ചില പ്രോപ്പർട്ടീസ് കാരണമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സർഫസ് എന്താണെന്ന് അറിയണം. ലിക്വിഡ് സർഫസ് എന്താണെന്ന് അറിയണം. ഓക്കെ, എസ്പെഷ്യലി ലിക്വിഡ് സർഫസ് എന്താന്ന് നമ്മൾക്ക് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? ലിക്വിഡ് സർഫസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സർഫസ് എന്ന് പറഞ്ഞാൽ രണ്ട് മീഡിയം തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ലൈൻ അല്ലെങ്കിൽ ഇൻ്റർഫേസ്. ഇതിനാണ് സർഫസ് എന്ന് പറയാം. എക്സാമ്പിൾ വാട്ടർ ആവാം, വാട്ടറും എയറും തമ്മിൽ രണ്ട് മീഡിയം ഉണ്ട്. ഈ മീഡിയം തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സർഫസ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഇൻ്റർഫേസ്, ഇതിനെയാണ് എന്ത് പറയുക? സർഫസ് എന്ന് പറയാം. ഇതുപോലെ വേറൊന്ന് വാട്ടറും സോളിഡും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സർഫസ് ഉണ്ടാവും. പിന്നെ കൂടാതെ എയറും സോളിഡും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സർഫസ് ഉണ്ടാവും. ഇതൊക്കെ ഒരു ലൈൻ ഉണ്ടാവും. ആ ലൈനിൻ്റെ ഒരു വശത്ത് ഒരു മീഡിയവും മറ്റേ വശത്ത് വേറൊരു മീഡിയവുമായിട്ട് ഉണ്ടാവുക. ഈ ലൈനിനെയാണ് സർഫസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സർഫസിനൊരു ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ സർഫസ് എന്ന് പറഞ്ഞാൽ ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ടു മീഡിയം എന്ന് നമുക്ക് പറയാം. ഇവിടെ നമ്മളിപ്പോൾ ഫ്ലൂയിഡ്സിനെ കുറിച്ച് പഠിക്കുകയാണ്, എസ്പെഷ്യലി ലിക്വിഡ്സിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ലിക്വിഡ് സർഫസ് എന്താണെന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ എന്താ ലിക്വിഡ് സർഫസ്? The surface of any liquid is an interface between that liquid and some other medium. അതായത് ഇൻ്റർഫേസ് ആണ്. ഇറ്റ് ഈസ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ഒരു ലിക്വിഡും വേറൊരു മീഡിയവും തമ്മിലുള്ള ഇൻ്റർഫേസ് ആണ് ലിക്വിഡ് സർഫസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട് ദ ടോപ്പ് സർഫസ് ഓഫ് എ പോണ്ട്. ഒരു പോണ്ടിൻ്റെ ടോപ്പ് സർഫസ് ഫോർ എക്സാമ്പിൾ is an interface between pond water and the air. ഒരു വാട്ടർ സർഫസ് എടുക്കുകയാണെങ്കിൽ ഒരു പോണ്ടാണ് കൺസിഡർ ചെയ്യണമെന്ന് വെച്ചാൽ ആ പോണ്ടിൽ എൻ്റെ സർഫസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പോണ്ടിലെ വാട്ടറും പിന്നെ എയറും അതായിരിക്കും രണ്ട് മീഡിയം. അത് സെപ്പറേറ്റ് ചെയ്യുന്ന ഇൻ്റർഫേസിനെയാണ് എന്ത് പറയുക? സർഫസ് എന്ന് പറയുന്നത്. സർഫസ് ഓഫ് ദി ലിക്വിഡ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് സർഫസിൽ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ ആ പേരിൽ തന്നെ ഉണ്ട്. എന്താണ് സർഫസ് ടെൻഷൻ എന്നുള്ളത്? സർഫസിൽ ഒരു ലിക്വിഡിനുണ്ടാവുന്ന ഒരു പ്രോപ്പർട്ടിയാണ് സർഫസ് ടെൻഷൻ. ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് അല്ലേ? അപ്പോൾ സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? സർഫസിൽ ഉണ്ടാവുന്ന ഒരു ഫോഴ്സാണ് എന്ത്? സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് നിങ്ങളിങ്ങനെ മനസ്സിലാക്കിയാൽ മതി സർഫസ് ടെൻഷൻ. ഓക്കെ, മനസ്സിലായില്ലേ? സർഫസിൽ ഉണ്ടാവുന്ന ഒരു ഫോഴ്സ്, അതാണ് സർഫസ് ടെൻഷൻ എന്ന് മനസ്സിലാക്കാം. അപ്പോൾ സർഫസ് ടെൻഷനെ കുറിച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ലിക്വിഡ് ഒരു ബീക്കറിലെടുത്തു. അപ്പോൾ ഒരു ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ലിക്വിഡിൽ ധാരാളം ലിക്വിഡ് മോളിക്യൂൾസ് ഉണ്ടാവും അല്ലേ? ധാരാളം ലിക്വിഡ് മോളിക്യൂൾസ് ഉണ്ടാവും. ഈ ലിക്വിഡ് മോളിക്യൂൾസ് തമ്മിൽ ഒരു ഇൻ്റർ മോളിക്യുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. ഈ ലിക്വിഡ് മോളിക്യൂൾസ് തമ്മിൽ ഒരു ഇൻ്റർ മോളിക്യുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ലിക്വിഡ് മോളിക്യൂൾസിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ സർഫസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സെക്ഷൻ എടുത്തിട്ട് ആ സെക്ഷൻ എൻലാർജ് ചെയ്തിട്ട് ഇവിടെ വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്താ അതിൽ കുറേ ലിക്വിഡ് മോളിക്യൂൾസ് ഉണ്ട് അല്ലേ? ലിക്വിഡ് മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ ഈ ലിക്വിഡ് മോളിക്യൂൾസൊക്കെ പരസ്പരം ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കുന്നത് ഒരു ഇൻ്റർ മോളിക്യുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മുഖേനയാണ്. അപ്പോൾ ഇൻ്റർ മോളിക്യുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഇത് കാരണം എന്താ? ഈ മോളിക്യൂൾസൊക്കെ പരസ്പരം അട്രാക്റ്റ് ചെയ്യും. ദ മോളിക്യൂൾസ് അട്രാക്റ്റ് ഈച്ച് അതർ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ സർഫസ് ടെൻഷൻ അതിനെ കുറിച്ചായിട്ടാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ 2 പോയിന്റ് കൺസിഡർ ചെയ്തു. എ എന്ന പോയിന്റും ബി എന്ന പോയിന്റും. എ എന്ന പോയിന്റിൽ ഒരു മോളിക്യൂളുണ്ട്, ബി എന്ന പോയിന്റിലും ഒരു മോളിക്യൂളുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, എ എന്നൊരു മോളിക്യൂളുണ്ട്, ബി എന്ന മോളിക്യൂളുണ്ട്. അങ്ങനെ കൺസിഡർ ചെയ്തു. എയും ബിയും തമ്മിലുള്ള പ്രത്യേകത എന്താ? അതിൻ്റെ ഡിഫറൻസ് എന്താ? എ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ദ ലിക്വിഡും ബി എന്ന് പറഞ്ഞാൽ സർഫസിലും ലിക്വിഡ് സർഫസിലുള്ള മോളിക്യൂളുമാണ്. അതാണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഈ മോളിക്യൂളുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഈ മോളിക്യൂളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ? അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എ എന്ന മോളിക്യൂൾ ഫസ്റ്റ് എടുക്കാം. എ എന്ന മോളിക്യൂൾ എവിടെയെന്നാണ് പറഞ്ഞത്? ലിക്വിഡിൻ്റെ ഇൻസൈഡ് ദ ലിക്വിഡ്. അപ്പോൾ ഈ എ എന്ന മോളിക്യൂളിന് ചുറ്റും മോളിക്യൂൾസ് ഉണ്ടോ? ലിക്വിഡ് മോളിക്യൂൾസ് ഉണ്ടോ? ഉണ്ട് അല്ലേ? എ എന്ന മോളിക്യൂൾസിൻ്റെ ചുറ്റും മോളിക്യൂൾസ് ഉണ്ട്, അതർ മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ ഈ മോളിക്യൂൾസുകളൊക്കെ തമ്മിൽ ഒരു ഇൻ്റർ മോളിക്യുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവില്ലേ? ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. അപ്പോൾ എ എന്ന മോളിക്യൂളും തൊട്ടടുത്തുള്ള മോളിക്യൂൾസുകളുമായിട്ട് ഒരു ഇൻ്റർ മോളിക്യുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. തിരിച്ചും ഇൻ്റർ മോളിക്യുലർ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും മോളിക്യൂൾസ് തമ്മിൽ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഈ അട്രാക്റ്റീവ് ഫോഴ്സ് അതൊരു ഫോഴ്സ് അല്ലേ? അപ്പോൾ ഈ ഫോഴ്സ് എല്ലാ ഡയറക്ഷനിലോട്ട് അല്ലേ? അതായത് ഒരു പോയിൻ്റായി കൺസിഡർ ചെയ്താൽ അതിന് ചുറ്റും ഫോഴ്സുകളുണ്ട്. അങ്ങനെ ചുറ്റും ഫോഴ്സ് ഉണ്ടാകുമ്പോൾ അവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. എന്താണ്? നെറ്റ് ഫോഴ്സ് അവിടെ 0 ആയിരിക്കും. അപ്പോൾ അങ്ങനെ പറയുക വെച്ചാൽ നമുക്ക് എന്താ, ആ എ എന്ന മോളിക്യൂള് ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണെന്ന് പറഞ്ഞൂടെ? എ എന്ന മോളിക്യൂള് ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലായിരിക്കും. അതായത് അത് സ്റ്റേബിളായിരിക്കും. മനസ്സിലായോ? ആ എ എന്ന മോളിക്യൂള് സ്റ്റേബിളായിരിക്കും. അപ്പോൾ ഇങ്ങനെ എ എന്ന മോളിക്യൂള് പോലെ തന്നെ ധാരാളം ലിക്വിഡ് മോളിക്യൂൾസ് ലിക്വിഡിൻ്റെ ഇൻസൈഡ് ഉണ്ട്. ഈ മോളിക്യൂൾസിനൊക്കെ എന്തായിരിക്കും? സ്റ്റേബിളായിരിക്കും. ഈ മോളിക്യൂൾസൊക്കെ സ്റ്റേബിളായിരിക്കും. അവയ്ക്കൊക്കെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇനി നമുക്ക് സർഫസിലുള്ള ലിക്വിഡ് മോളിക്യൂളിനെ കൺസിഡർ ചെയ്യാം. അതേതാണ്? ബി ആണല്ലേ? അപ്പോൾ ബി കൺസിഡർ ചെയ്തു. ബിയുടെ എന്താ? ബിയുടെ ചുറ്റും മോളിക്യൂൾസ് ഉണ്ടോ? ഉണ്ട് അല്ലേ? പക്ഷേ ബി എന്ന് പറയുന്നത് സർഫസിലുള്ള ഒരു മോളിക്യൂൾ ആയതിനാൽ ബിയുടെ മുകളിലത്തെ ഭാഗത്ത് എന്തില്ല? അപ്പർ റീജിയനിൽ എന്തില്ല? മോളിക്യൂൾസ് ഇല്ല, ലിക്വിഡ് മോളിക്യൂൾസ് ഇല്ല. പക്ഷേ ഡൗണ് ബിയുടെ ലോവർ സർഫസിലാണ് എന്തുള്ളത്? ലിക്വിഡ് മോളിക്യൂൾസ് ഉള്ളത്. പിന്നെ സൈഡ് വേസും ആണുള്ളത്.
സൈഡിലും ലോവർ സൈഡിലും ആണ് എന്തുള്ളത്, ലിക്വിഡ് മോളിക്യൂൾസ് ഉള്ളത്. അപ്പോൾ ഈ മോളിക്യൂൾസ് തമ്മിലായിരിക്കും അവിടെ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് എന്താ, ഒരു ഹാഫ് സെക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി ഹാഫ് സെക്ഷൻ എയറിലായതുകൊണ്ട് അവിടെ ലിക്വിഡ് മോളിക്യൂൾസും ഇല്ല, അതുകൊണ്ട് അവിടെ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഇല്ല. അങ്ങനെ നമുക്ക് പറയാലോ. അപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവുന്നത് ഈ ലോവർ സൈഡിലായിരിക്കും അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവുക. അപ്പോൾ അവിടുത്തെ നെറ്റ് ഫോഴ്സ് എങ്ങനെയായിരിക്കും, നെറ്റ് ഫോഴ്സ് താഴോട്ടായിരിക്കും അല്ലേ. നെറ്റ് ഫോഴ്സ് താഴോട്ടായിരിക്കും, ഇൻസൈഡ് ദ ലിക്വിഡിലായിരിക്കും എന്താ താഴോട്ട്, ലിക്വിഡിൻ്റെ താഴോട്ടായിരിക്കും എന്ത് ഫോഴ്സ്, നെറ്റ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഡൗൺവേർഡ്സ് ആയിരിക്കും അതിൻ്റെ ഡയറക്ഷൻ. മനസ്സിലായോ? അപ്പോൾ ഒരു ലിക്വിഡിൽ ധാരാളം സർഫസ് മോളിക്യൂൾസ് ഉണ്ടായിരിക്കും അല്ലേ. ഒരു സർഫസ് എടുക്കുക വെച്ചാൽ അതിൻ്റെ സർഫസിൽ ഫുള്ള് സർഫസ് മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. സർഫസിൽ ധാരാളം ലിക്വിഡ് മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. ഈ ലിക്വിഡ് മോളിക്യൂൾസ് പരസ്പരം ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും അല്ലേ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ സൈഡ് ബൈ സൈഡായിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും അല്ലേ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ അവ പരസ്പരം ഇങ്ങനെ ഒരു അട്രാക്റ്റീവ് ഫോഴ്സിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഈ സർഫസിലുള്ള മോളിക്യൂൾസ് സൈഡ് ബൈ സൈഡായിട്ട് ഒരു അട്രാക്റ്റീവ് ഫോഴ്സിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവ തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ആ ഫോഴ്സ് കാരണം ആ മോളിക്യൂൾസ് പരസ്പരം എന്ത് ചെയ്യും, പുള്ള് ചെയ്യും, അതിൻ്റെ അടുത്തേക്ക് പുള്ള് ചെയ്യും. അതായത് അട്രാക്ട് ടുവേർഡ്സ് അതർ മോളിക്യൂൾസ്. അതായത് പരസ്പരം ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യുമ്പോൾ അതെന്താ ചെയ്യുക, അടുത്തുള്ള മോളിക്യൂളിനെ ഇങ്ങനെ വലിക്കും. അങ്ങനെ വലിക്കുമ്പോൾ അവിടെ എന്താ, നമ്മുടെ സർഫസിന് ഉള്ള എല്ലാ മോളിക്യൂളും പരസ്പരം അടുത്തേക്ക് വരികയാണിത് ചെയ്യുക. പരസ്പരം അടുത്തേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. അങ്ങനെ പരസ്പരം അടുത്തേക്ക് വരുന്നത് കാരണം ആ സർഫസ് ഏരിയ എന്താ ചെയ്യുക, ഡിക്രീസ് ചെയ്യാനാണ് ടെൻഡൻസി. സർഫസ് ഏരിയ ഡിക്രീസ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടായിരിക്കും. ഇത് സർഫസിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. സർഫസിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് സർഫസ് ഏരിയ ഡിക്രീസ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. മനസ്സിലായോ? കൂടാതെ ഇവ തമ്മിലൊരു അട്രാക്റ്റീവ് ഫോഴ്സിൽ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഇതിന് ഒരു ഇലാസ്റ്റിസിറ്റി ഉണ്ടായിരിക്കും. ഇവിടെ ഒരു അട്രാക്റ്റീവ് ഫോഴ്സാണ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു അല്ലേ. സർഫസിൽ മോളിക്യൂൾസ് ഇങ്ങനെ ലൈൻ ബൈ ലൈനായിട്ട് നിൽക്കുന്നുണ്ട്. ഈ മോളിക്യൂൾസ് തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവ തമ്മിൽ ഈ സർഫസിന് ഒരു ഇലാസ്റ്റിസിറ്റി ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരു ഇലാസ്റ്റിസിറ്റി ഉള്ളതുകൊണ്ട് ഇതെന്ത് ചെയ്യും, ഒരു ഇലാസ്റ്റിക് മെംബ്രെയിനായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഒരു ഇലാസ്റ്റിക് മെംബ്രെയിനായിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ ഇലാസ്റ്റിക് മെംബ്രെയിനായിട്ട് ആക്ട് ചെയ്യാനും ഈ സർഫസിന് കഴിയും. അപ്പോൾ ഒരു സർഫസിന് ഒരു ഇലാസ്റ്റിക് മെംബ്രെയിനായിട്ട് ആക്ട് ചെയ്യാനും അതിൻ്റെ സർഫസ് ഏരിയ കുറയ്ക്കാനും ഉള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പോൾ ഈ പ്രോപ്പർട്ടീനെയാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെ ഉള്ള ഈ പ്രോപ്പർട്ടീനെയാണ് ലിക്വിഡ് സർഫസിൻ്റെ ഈ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ പ്രോപ്പർട്ടീനെ ആണ് എന്ത് പറയുക, സർഫസ് ടെൻഷൻ. ലിക്വിഡ് സർഫസിന് ഉണ്ടാകുന്ന ഒരു പ്രോപ്പർട്ടിയാണിത്. ഇതിനെയാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സർഫസ് ടെൻഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാം. നമ്മൾ കുറേ ഉദാഹരണങ്ങൾ കണ്ടു. ലിക്വിഡ് സർഫസിൽ ഒരു പിന്ന് അല്ലെങ്കിൽ പേപ്പർ ഇതിലേക്ക് ഇങ്ങനെ പൊന്തി കിടക്കുന്നതിനുള്ള കാരണം എന്താണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഒരു നീഡിലാണ് ഇവിടെ നമ്മൾ വാട്ടർ സർഫസിൽ പ്ലേസ് ചെയ്യണം. അപ്പോൾ നീഡിൽ പ്ലേസ് ചെയ്യുമ്പോൾ നീഡിന് ഗ്രാവിറ്റി കാരണം താഴേക്കൊരു ഫോഴ്സ് ഉണ്ടാവും അല്ലേ. പക്ഷേ ഈ സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സാണ്. ഈ ഫോഴ്സ് ടാൻജൻഷ്യൽ ടു ദ സർഫസ് സൈഡ്, അതായത് സൈഡ് ബൈ സൈഡ് ആയിട്ടല്ലേ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവുന്നത്. അങ്ങനെയാണ് ഒരു ഇലാസ്റ്റിക് മെംബ്രെയിൻ അവിടെ ഫോം ചെയ്യണം. അപ്പോൾ ഇവിടെ ഈ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ഒരു ടാൻജൻഷ്യൽ ഡയറക്ഷനാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നീഡിൽ നമ്മൾ ഈ വാട്ടർ സർഫസിൽ പ്ലേസ് ചെയ്യുമ്പോൾ എന്താണ്ടാവുന്നത്, ടാൻജൻഷ്യലായിട്ട് അവിടെ എന്തുണ്ടാവും, സർഫസ് ടെൻഷൻ ആക്ട് ചെയ്യും. അപ്പോൾ അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും, അപ്വേർഡ് ഫോഴ്സ് ഉണ്ടാവും. ഈ ഫോഴ്സ് കാരണം ഇവിടെ രണ്ട് സൈഡിലേക്കും കണ്ടോ
ഫോഴ്സ്. ഈ ഫോഴ്സ് കാരണം താഴെയുള്ള ഗ്രാവിറ്റിനെ അത് ബാലൻസ് ചെയ്തിട്ടാണ് ഈ നീഡിൽ അവിടെ ഇങ്ങനെ നിൽക്കുന്നത്. നീഡിൽ സർഫസിൽ, അത് ലിക്വിഡ് സർഫസിൽ താഴേക്ക് പോവാതെ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് സർഫസ് ടെൻഷനാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾക്ക് ഒന്നും കൂടി അവിടെ പറയും, നിങ്ങൾക്ക് ആ താഴെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്, മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ കാണിക്കുന്ന കണ്ടോ. അതിൽ സർഫസ് മോളിക്യൂൾസ് പരസ്പരം ഇങ്ങനെ കൈകോർത്ത് നിൽക്കണ പോലെ ഉണ്ട് അല്ലേ? പരസ്പരം കൈകോർത്ത് നിൽക്കണ പോലല്ലേ? അപ്പോൾ ഇങ്ങനെ പരസ്പരം അട്രാക്റ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അതെന്ത് ഒരു ഇലാസ്റ്റിക് മെംബ്രെയിനായിട്ട് ആക്ട് ചെയ്യും. അതെന്ത് ചെയ്യും? പരസ്പരം അട്രാക്റ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ആ സർഫസ് ഏരിയ കുറയ്ക്കാനാണ് അത് ശ്രമിക്കുക. മനസ്സിലായല്ലോ? ലിക്വിഡ് സർഫസിൻ്റെ ഈ പ്രോപ്പർട്ടീനെയാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സർഫസ് ടെൻഷൻ്റെ ഒരു ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. സർഫസ് ടെൻഷൻ ഡെഫിനിഷൻ എന്താ കൊടുക്കാം? സർഫസ് ടെൻഷൻ ഈസ് ദാറ്റ് പ്രോപ്പർട്ടി ഓഫ് എ ലിക്വിഡ് ബൈ വിർച്യൂ ഓഫ് ഇറ്റ്സ് ഫ്രീ സർഫസ് ബിഹേവ് ലൈക്ക് എ സ്ട്രെച്ച്ഡ് ഇലാസ്റ്റിക് മെംബ്രെയിൻ വിത്ത് എ ടെൻഡൻസി ടു contract so as to have minimum surface area. അതായത് ഒരു ലിക്വിഡിൻ്റെ പ്രോപ്പർട്ടിയാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഈ ലിക്വിഡിൻ്റെ ഈ പ്രോപ്പർട്ടി കാരണം ലിക്വിഡ് സർഫസ് ഒരു സ്ട്രെച്ച്ഡ് ഇലാസ്റ്റിക് മെംബ്രെയിനായിട്ട് ആക്ട് ചെയ്യുകയും കൂടാതെ അതിന് ഒരു ടെൻഡൻസി ഉണ്ടാവും ടു കൺട്രാക്റ്റ് ചെയ്യാൻ, ആ സർഫസിന് കൺട്രാക്റ്റ് ചെയ്യാനൊരു ടെൻഡൻസി ഉണ്ടാവും. സോ ആസ് ടു ഗീവ് മിനിമം സർഫസ് ഏരിയ. നമുക്കൊരു മിനിമം സർഫസ് ഏരിയ കിട്ടാൻ വേണ്ടിയിട്ട് അതെന്ത് ചെയ്യും? കൺട്രാക്റ്റ് ചെയ്യും, സർഫസ് കൺട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് എന്ത്? സർഫസ് ടെൻഷൻ. ഒന്നും കൂടി ഡെഫിനിഷൻ വായിക്കാം. സർഫസ് ടെൻഷൻ ഈസ് ദാറ്റ് പ്രോപ്പർട്ടി ഓഫ് എ ലിക്വിഡ് ബൈ വിർച്യൂ ഓഫ് ഇറ്റ്സ് ഫ്രീ സർഫസ് ബിഹേവ് ലൈക്ക് എ സ്ട്രെച്ച്ഡ് ഇലാസ്റ്റിക് മെംബ്രെയിൻ with a tendency to contract so as to have the minimum surface area. അപ്പോൾ നമുക്ക് ഇതിനൊരു എക്സാമ്പിൾ നോക്കാം. നമുക്കറിയാം ലിക്വിഡ് ഡ്രോപ്സിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ സ്ഫിരിക്കൽ ഷേപ്പ് ആയിരിക്കും. അപ്പോൾ എന്താ അതിൻ്റെ കാരണം? എ സ്മോൾ ലിക്വിഡ് ഡ്രോപ്പ് ഹാസ് സ്ഫിരിക്കൽ ഷേപ്പ് ആസ് ഡ്യൂ ടു ദ സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ കാരണമാണ് എന്ത്? ലിക്വിഡ് ഡ്രോപ്പിന് സ്ഫിരിക്കൽ ഷേപ്പ്. അവിടെ എന്താ ഉണ്ടാകുന്നത്? മിനിമം സർഫസ് ഏരിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ലിക്വിഡ്സ് ശ്രമിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ മിനിമം സർഫസ് ഏരിയ ഉള്ള ഷേപ്പ് എന്ന് പറയുന്നത് സ്ഫിയറാണ്. സ്ഫെരിക്കൽ ഷേപ്പിനാണ് മിനിമം സർഫസ് ഏരിയ ഉള്ളത്. സോ ലിക്വിഡ് ഡ്രോപ്പ് ആ ഷേപ്പ് അറ്റൈൻ ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ സർഫസ് ടെൻഷൻ the liquid surface tries to have minimum surface area and for a given volume the sphere has minimum surface area. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ സർഫസ് ടെൻഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് സർഫസ് ടെൻഷൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി നോക്കി നോക്കാം. എങ്ങനെ ഈ സർഫസ് ടെൻഷൻ മെഷർ ചെയ്യാം? സർഫസ് ടെൻഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ബീക്കർ എടുക്കാം. അതിൽ ഒരു ലിക്വിഡ് നിറയ്ക്കുക. അപ്പോൾ ലിക്വിഡ് നിറയ്ക്കുമ്പോൾ ലിക്വിഡിനൊരു സർഫസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ആ ഫിഗറിൽ കാണാൻ പറ്റും. ഒരു ബീക്കറിൽ ഒരു ലിക്വിഡിൻ്റെ ആ ലിക്വിഡിൻ്റെ സർഫസ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഈ സർഫസിൽ ഒരു ഇമാജിനറി ലൈൻ കൺസിഡർ ചെയ്യാം. ഒരു ഇമാജിനറി ലൈൻ, അവിടെ ഒരു ഇമാജിനറി ലൈൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇമാജിനറി ലൈനിൻ്റെ രണ്ട് സൈഡിലും മോളിക്യൂൾസ് ഉണ്ട്, ലിക്വിഡ് മോളിക്യൂൾസ് ഉണ്ടാവും. സർഫസിലാണ് നമ്മൾ ഇമാജിനറി ലൈൻ കൺസിഡർ ചെയ്തത്. ഈ ഇമാജിനറി ലൈനിൻ്റെ രണ്ട് വശത്തും എന്തുണ്ടാവും? ലിക്വിഡ് മോളിക്യൂൾസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ ലിക്വിഡ് മോളിക്യൂൾസ് തമ്മിലൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവില്ലേ? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ലിക്വിഡ് മോളിക്യൂൾസ് തമ്മിലൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ് ഇവിടെ ആരോ മാർക്കായിട്ട് കാണിച്ചിരിക്കുന്നത്. ഒരു ആരോ മാർക്ക് കാണുന്നില്ല, ആ ആരോ മാർക്കായിട്ട് കാണിച്ചിരിക്കുന്നത്. ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്? ആ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ? ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ആ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഇമാജിനറി ലൈൻ കൺസിഡർ ചെയ്തു. ഇമാജിനറി ലൈനിൻ്റെ രണ്ട് വശത്തും മോളിക്യൂൾസ് ഉണ്ട്. ഈ മോളിക്യൂൾസ് പരസ്പരം അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ടു ദ ലൈൻ.
ഇമാജിനറി ലൈൻ പെർപെൻഡിക്കുലർ ടു ദ ഇമാജിനറി ലൈൻ ആയിരിക്കും. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഈ ഇമാജിനറി ലൈനിൻ്റെ ലെങ്ത്ത് ഏകദേശം ഒരു L ലെങ്ത് ആണ് നമ്മൾ കൺസിഡർ ചെയ്തു. അങ്ങനെ L ലെങ്ത് ഉള്ള ഒരു ഇമാജിനറി ലൈനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്, അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് F ആണെന്ന് കൺസിഡർ ചെയ്തു. അപ്പോൾ L എന്ന ലെങ്ത്തിലുള്ള ഇമാജിനറി ലൈനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് F ആണ്. അപ്പോൾ യൂണിറ്റ് ലെങ്ത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? F/L അല്ലേ? F/L ആണ് യൂണിറ്റ് ലെങ്ത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അപ്പോൾ ഈ ഫോഴ്സ്, അപ്പോൾ ഇതിനെന്താ പറയുക? ഫോഴ്സ് ബൈ ലെങ്ത്ത്. അതായത് ഫോഴ്സ് ബൈ ലെങ്ത്തിനെ ആണ് എന്ത് പറയുക? സർഫസ് ടെൻഷൻ എന്ന് പറയുക. അതായത് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്, ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ലെങ്ത്, ഇതാണ് എന്ത്? സർഫസ് ടെൻഷൻ. അപ്പോൾ സർഫസ് ടെൻഷൻ എങ്ങനെ നമ്മൾ മെഷർ ചെയ്യുക? ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പോൾ F/L എന്നാണ് സർഫസ് ടെൻഷൻ മെഷർ ചെയ്യാനുള്ള ഫോർമുല. അപ്പോൾ മനസ്സിലായല്ലോ? അപ്പോൾ ഇതാ എഴുതി, സർഫസ് ടെൻഷൻ ഓഫ് എ ലിക്വിഡ് ഈസ് മെഷേർഡ് ബൈ ദ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ലെങ്ത് ഓൺ ഐദർ സൈഡ് ഓഫ് an imaginary line drawn on the free surface of the liquid. മനസ്സിലായോ? The direction of the force being perpendicular to the line and tangential to the free surface. അപ്പോൾ സർഫസിന് ടാൻജൻഷ്യൽ ആയിരിക്കും അല്ലേ? നോക്കൂ, ടാൻജൻഷ്യൽ ആണ്. ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ, ഇമാജിനറി ലൈൻ. അപ്പോൾ നമുക്ക് മനസ്സിലായി. സോ if F is the force acting on one side of imaginary line of length L, then surface tension T is equal to, surface tension സാധാരണ S ആയിട്ടാണ്, S ആയിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ T is equal to എന്താ എഴുതാം? F/L. സർഫസ് ടെൻഷൻ നമുക്ക് F/L എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ F/L ആണ് സർഫസ് ടെൻഷനുള്ള ഇത്. ഇറ്റ് ഡിപ്പെൻഡ് ഓൺലി ദ നേച്ചർ ഓഫ് ദി ലിക്വിഡ്. ലിക്വിഡിൻ്റെ നേച്ചറിനെ ഇത് ഡിപ്പെൻഡ് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് എ സ്കാലാർ. ഇതൊരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. നമുക്കിപ്പോൾ ഡയറക്ഷനൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതൊരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ കാരണം എന്ന് വിചാരിച്ചാൽ പ്രഷറിനെ പോലെ, പ്രഷറൊക്കെ നമ്മൾ പ്രഷർ, പിന്നെ ഇലക്ട്രിസിറ്റി, ഇതിനൊക്കെ പോലെ തന്നെ ഇലക്ട്രിസിറ്റിക്കൊക്കെ നമ്മൾ ഡയറക്ഷൻ പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ എന്ത് ഉള്ളൊരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ് എന്ത് നമ്മുടെ സർഫസ് ടെൻഷൻ. കാരണം ഇത് വെക്ടറിൻ്റെ ചില ലോസ് ഒബേ ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊരു സ്കാലർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഡയമെൻഷൻ എന്ന് പറയണതോ, ഡയമെൻഷൻ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ അറിയാം, ml T⁻², ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ L. അപ്പോൾ L ക്യാൻസൽ ചെയ്ത് പോയ m T⁻². അപ്പോൾ നമുക്ക് ഇതാണ് എന്തിൻ്റെ ഇക്വേഷൻ അല്ല, ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ m T⁻². മനസ്സിലായില്ലേ? ഇനി ഇതിൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കാമല്ലോ. യൂണിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഫോഴ്സ് ബൈ ലെങ്ത് ആണ്. ഫോഴ്സ് ബൈ ലെങ്ത് എന്ന് പറയുമ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ ആണ്, ബൈ ലെങ്ത്തിന് മീറ്റർ. അപ്പം ന്യൂട്ടൺ പെർ മീറ്റർ അതാണ് ഇതിൻ്റെ, അതായത് സർഫസ് ടെൻഷൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ബീക്കർ കാണാനുണ്ട് അല്ലേ സ്ക്രീനിൽ? ഈ ബീക്കറിൽ നമ്മളൊരു ലിക്വിഡ് എടുത്തു. ഈ ലിക്വിഡിൽ ധാരാളം ലിക്വിഡ് മോളിക്യൂൾസ് ഉണ്ട്. ഇത് നമ്മൾ പറഞ്ഞതാണ്. ഇതിൽ നമ്മൾ 3 മോളിക്യൂൾസ് കൺസിഡർ ചെയ്യാം. 3 മോളിക്യൂൾസ് ഏതൊക്കെയാണ്? A, B, C എന്നീ മോളിക്യൂൾസാണ്. ഈ A സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? A ഇൻസൈഡ് ദ ലിക്വിഡും B എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ദ ലിക്വിഡാണ്, പക്ഷേ അതെന്താ നിയർ ടു സർഫസ് ആണ്, സർഫസിൻ്റെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. സിയോ സി അറ്റ് ദ സർഫസിലുള്ള ഒരു മോളിക്യൂളാണ്. അങ്ങനെ 3 മോളിക്യൂൾ ഞങ്ങൾ ഇവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എ എന്ന മോളിക്യൂളിൻ്റെ കേസ് എന്താ? എ എന്ന മോളിക്യൂളിൻ്റെ ചുറ്റും ധാരാളം മോളിക്യൂൾസ് ഉണ്ട് അല്ലേ? മോളിക്യൂൾസ് ഉണ്ട്. സോ അവ തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു ഇൻ്റർമോളിക്യുലാർ ഫോഴ്സ് ഉണ്ടായിരിക്കും. ഈ ഫോഴ്സ് കാരണം നെറ്റ് ഫോഴ്സ് ആ മോളിക്യൂൾ എന് ചുറ്റും ധാരാളം ഫോഴ്സുകൾ ഉള്ളതുകൊണ്ട് നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? നെറ്റ് ഫോഴ്സ് അവിടെ 0 ആയിരിക്കും. ഇത് നമ്മൾ മുന്നേ പറഞ്ഞതാണ്. നെറ്റ് ഫോഴ്സ് അവിടെ 0 ആയിരിക്കും. നെറ്റ് ഫോഴ്സ് അവിടെ 0 ആയതുകൊണ്ട് തന്നെ ഇതൊരു സ്റ്റേബിൾ ആയിരിക്കും. ഈ മോളിക്യൂൾ സ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ ഒരു ലിക്വിഡിനുള്ളിലുള്ള
എല്ലാ മോളിക്യൂൾസും ഒരു സ്റ്റേബിളായിരിക്കും, സ്റ്റേബിളായിട്ടുള്ള കണ്ടീഷനായിരിക്കും അവയ്ക്ക് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്ത് നിൽക്കുന്ന ഈ മോളിക്യൂളിന്, അതായത് ഇക്വിലിബ്രിയത്തിലാവും എന്നല്ലേ പറഞ്ഞത്, ഇങ്ങനെ ഇക്വിലിബ്രിയത്തിലുള്ള മോളിക്യൂളിൻ്റെ എനർജി എങ്ങനെയായിരിക്കും? നെഗറ്റീവ് പൊട്ടൻഷ്യൽ എനർജിയാണ് ഈ മോളിക്യൂളിന് ഉണ്ടാവുക. നെഗറ്റീവ് പൊട്ടൻഷ്യൽ എനർജിയാണ് ഈ മോളിക്യൂളിന് ഉണ്ടാവുക. അപ്പം ഈ മോളിക്യൂളിന് നെഗറ്റീവ് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മളിനി എ എന്ന മോളിക്യൂളിനെ നമ്മളവിടെ വെച്ചു. ഇനി ബി എന്ന മോളിക്യൂളിൻ്റെ കേസ് നോക്കാം. അപ്പോൾ ബി എന്ന മോളിക്യൂളിന് എന്താ പ്രത്യേകത? ഈ ബി എന്ന മോളിക്യൂളിന് ചുറ്റും മോളിക്യൂൾസ് ഉണ്ട്, മറ്റ് മോളിക്യൂൾസ് ഉണ്ട് അല്ലേ, അതർ മോളിക്യൂൾസ് സിറ്റുവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പക്ഷേ അതിൻ്റെ അപ്പർ പാർട്ടിൽ ബി എന്ന മോളിക്യൂളിൻ്റെ മുകളിലത്തെ സെക്ഷനിൽ കുറച്ച് മോളിക്യൂൾസ് അല്ലേ ഉണ്ടാവുള്ളൂ. കാരണം പിന്നെ അങ്ങോട്ട് സർഫസാണ് വരുന്നത്, ലിക്വിഡ് സർഫസാണ് വരുന്നത്. അതുകൊണ്ട് അവിടെ കുറച്ച് മോളിക്യൂൾസേ ഉണ്ടാവുള്ളൂ. താഴെ ആയിരിക്കും ഏറ്റവും കൂടുതൽ മോളിക്യൂൾസ് ഉണ്ടാവുക. പിന്നെ സൈഡ് വേസ് ആയിട്ടും ആണ് മോളിക്യൂൾസ് ഉണ്ടാവുക അല്ലേ. അങ്ങനെയാകുമ്പോൾ ഇവിടെ ഫോഴ്സ് എങ്ങനെയായിരിക്കും? മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് കുറവായിരിക്കും, ബാക്കി സൈഡിലേക്കായിരിക്കും കൂടുതലായിട്ട് ഫോഴ്സ് ഉണ്ടാവുക. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ നെറ്റ് ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? നെറ്റ് ഫോഴ്സ് ഡൗൺവേർഡ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. കാരണം സൈഡ് വേസസ് ഒക്കെ ക്യാൻസൽ ചെയ്ത് പോയാൽ ഏറ്റവും അവസാനം അവിടെ ഡിഫറൻസ് വരുന്നത് അപ്വേർഡ് ഫോഴ്സും ഡൗൺവേർഡ് ഫോഴ്സും തമ്മിലായിരിക്കും അല്ലേ. ഡൗൺവേർഡ് ഫോഴ്സ് ആവും അപ്വേർഡ് ഫോഴ്സിനേക്കാളും കൂടുതൽ. അങ്ങനെയാകുമ്പോൾ ഡൗൺവേർഡാണ് ഫോഴ്സ് ഉണ്ടാവുക. അതായത് ബി എന്ന മോളിക്യൂളിന് താഴേക്ക് വരാനുള്ളൊരു ടെൻഡൻസി ഉണ്ടായിരിക്കും. അതായത് ലിക്വിഡിൻ്റെ താഴേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ ബി എന്ന മോളിക്യൂളിന് ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെ ടെൻഡൻസിയുള്ള ഒരു മോളിക്യൂൾ സ്റ്റേബിൾ ആവുമോ? അല്ല. അത് എപ്പോഴും ഈ സർഫസിൻ്റെ നിയർ ടു ദ സർഫസ് ആണ് ഇരിക്കുന്നതെങ്കിലും അതിന് താഴേക്ക് വരാനാണ് ടെൻഡൻസി. അതിനെപ്പോഴും സ്റ്റേബിൾ ആവാനാണ് ടെൻഡൻസി ഉണ്ടാവുക. കാരണം ഇവയെ അവിടെ നിലനിർത്തുന്നത് ഒരു വർക്ക് ചെയ്തുകൊണ്ടാണ്. നമ്മുടെ ലിക്വിഡ് ഒരു വർക്ക് ചെയ്തിട്ട്, അതായത് നമുക്കറിയാം താഴെ എ എന്ന മോളിക്യൂളിൻ്റെ അവിടെ നിൽക്കാനാണ് ബി എന്ന മോളിക്യൂളിനൊക്കെ ഇഷ്ടം. കാരണം എല്ലാ മോളിക്യൂൾസിനും സ്റ്റേബിളായിട്ട് ലെസ് പൊട്ടൻഷ്യൽ എനർജിയിൽ, അതായത് നെഗറ്റീവ് പൊട്ടൻഷ്യൽ എനർജിയിലൊക്കെ നിൽക്കാനാണ് മോളിക്യൂൾസിന് ഇഷ്ടം. അപ്പോൾ മോളിക്യൂൾസിന് ഇപ്പോൾ ബി എന്ന പോയിന്റിൽ എത്തണമെങ്കിൽ ഒരു വർക്ക് ചെയ്യണം. കാരണം ഒരു ഫോഴ്സ് ഡൗൺവേർഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് താഴേക്ക് വരും. അതിന് താഴേക്ക് വരാനാണ് ടെൻഡൻസി. അപ്പോൾ അതിനെ മുകളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമുക്കൊരു വർക്ക് ചെയ്യണ്ടേ? ഒരു വർക്ക് ചെയ്യണം. അങ്ങനെയാകുമ്പോൾ ബി എന്ന മോളിക്യൂളിന് അവിടെ ഒരു എനർജി ഉണ്ടാവില്ലേ? അവയ്ക്ക് ഒരു എനർജി ഉണ്ടായിരിക്കും. ബി എന്ന മോളിക്യൂളിന് ഒരു എനർജി ഉണ്ടായിരിക്കും. ഈ എനർജി എന്ന് പറയുന്നത് എ എന്ന മോളിക്യൂളിനേക്കാളും കൂടുതലായിരിക്കും. ഒരു ലിക്വിഡിൻ്റെ ഇൻസൈഡിലുള്ള മോളിക്യൂളിനേക്കാളും കൂടുതൽ എനർജി ഉണ്ടായിരിക്കും സർഫസിന് നിയറായിട്ട് ഉള്ള മോളിക്യൂൾസിന്. മനസ്സിലായോ? അപ്പോൾ അവയ്ക്ക് കൂടുതൽ എനർജി ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇനി സി എന്ന മോളിക്യൂളിനെ കൺസിഡർ ചെയ്യാം. സി എന്ന മോളിക്യൂളിൻ്റെ കേസോ? സി എന്ന മോളിക്യൂളിന് പകുതി പോർഷൻ എയറിലും പകുതി പോർഷൻ വാട്ടറിലും ആയിരിക്കും അല്ലേ. പകുതി പോർഷൻ എയറിലും പകുതി പോർഷൻ വാട്ടറിലും ആയിരിക്കും. അപ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എങ്ങനെ വരിക? മുകളിലേക്കില്ല, ഫോഴ്സ് മുകളിലേക്കില്ല, താഴേക്കായിരിക്കും ഫോഴ്സ് ഉണ്ടാവുക. സൈഡ് വേസും ഫോഴ്സ് ഉണ്ട്, പക്ഷെ അത് ക്യാൻസൽ ചെയ്ത് നമുക്ക് താഴേക്കാണ് ഫോഴ്സ് ഉണ്ടാവുക. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്നുള്ളത് താഴത്തേക്കായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ മോളിക്യൂൾസിനും താഴേക്ക് വരാനാണ് ടെൻഡൻസി ഉണ്ടാവുക. മനസ്സിലായോ? ആ ഫോഴ്സ് എങ്ങോട്ടാണ്? താഴോട്ടായതുകൊണ്ട് ആ മോളിക്യൂൾസിന് താഴേക്ക് വരാനാണ് ടെൻഡൻസി ഉണ്ടാവുക. അപ്പോഴും നമുക്ക് എന്ത് ചെയ്യണം? അതിനെ സർഫസിൽ പിടിച്ചു നിർത്തണമെങ്കിൽ ഒരു വർക്ക് ചെയ്യണം. ഈ വർക്ക് ഇങ്ങനെയാണ് എന്ത് പറയുക? എനർജി, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് സി എന്ന മോളിക്യൂളിന് എനേക്കാളും പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും, ബിയേക്കാളും പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇതിൽ എനർജി ഓരോ മോളിക്യൂളിൻ്റെ എനർജി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എനർജി ഉണ്ടാവുക സർഫസിലെ മോളിക്യൂൾസിനായിരിക്കും. സർഫസിലെ മോളിക്യൂൾസിനായിരിക്കും ഏറ്റവും കൂടുതൽ എനർജി. രണ്ടാമത് ഏതാ? ദ മോളിക്യൂൾസ് നിയർ ടു ദ സർഫസ്, അതായത് ബീനെ പോലുള്ള മോളിക്യൂൾസിനായിരിക്കും രണ്ടാമത് എനർജി ഉണ്ടാവുക.
ലെസ് എനർജി ആയിരിക്കും ഉണ്ടാവുക എ എന്ന മോളിക്യൂൾസ്. എ അതായത് ഇൻസൈഡിലുള്ള മോളിക്യൂൾസിനായിരിക്കും ലെസ് എനർജി ഉണ്ടാവുക. മനസ്സിലായോ? അപ്പോൾ ഈ സർഫസിലുള്ള മോളിക്യൂൾസ് ഒന്നുമല്ലല്ലോ, ധാരാളം സർഫസിൽ കുറേ മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. ഈ സർഫസിൽ ഉള്ള എല്ലാ മോളിക്യൂൾസിലും എനർജി ഉണ്ടായിരിക്കും അല്ലേ? അതുകൊണ്ട് ഈ സർഫസിൽ ഉണ്ടാകുന്ന ഈ എനർജിയാണ് സർഫസ് എനർജി എന്ന് പറയുന്നത്. സർഫസിൽ ഉണ്ടാകുന്ന ഈ എനർജിയാണ് എന്ത് പറയുക? സർഫസ് എനർജി എന്ന് പറയുന്നത്. അതായത് ഒരു മോളിക്യൂള് സർഫസിലുണ്ടെങ്കിൽ ആ സർഫസിലുള്ള മോളിക്യൂളിന് ഒരു എക്സ്ട്രാ എനർജി ഉണ്ട് അല്ലേ? ഏത് നമ്മുടെ ഇൻസൈഡിലുള്ള മോളിക്യൂളിനേക്കാളും ഒരു എക്സ്ട്രാ എനർജി ഉണ്ട് അല്ലേ? അത് ഈ എക്സ്ട്രാ എനർജിനെയാണ് എന്ത് പറയുക? സർഫസ് എനർജി എന്ന് പറയുന്നത്. അതായത് ഒരു മോളിക്യൂളിന് എക്സസ് എനർജി അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ എനർജി ഉണ്ടായിരിക്കും ലിക്വിഡ് മോളിക്യൂൾസിന്. ഇൻസൈഡിലുള്ള മോളിക്യൂൾസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു എക്സ്ട്രാ എനർജി ഉണ്ടായിരിക്കും. ഈ എക്സ്ട്രാ എനർജിയാണ് എന്ത് പറയുക? സർഫസ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സർഫസ് എനർജിക്കുള്ള ഡെഫിനേഷൻ നോക്കാം. എന്താ സർഫസ് എനർജി? സർഫസ് എനർജി ഈസ് ദ എക്സസ് എനർജി എക്സിബിറ്റഡ് ബൈ ദ ലിക്വിഡ് മോളിക്യൂൾസ് ഓൺ ദി സർഫസ് കമ്പയർഡ് ടു ദോസ് ഇൻസൈഡ് ദ ലിക്വിഡ്. അതായത് നമ്മൾ എക്സസ് ആയിട്ടുള്ള ഒരു എനർജി ഉണ്ടായിരിക്കും, ഇൻസൈഡ് ലിക്വിഡിനേക്കാളും ഒരു എക്സസ് എനർജി ഉണ്ടായിരിക്കും. ഈ എനർജിനെയാണ് എന്ത് പറയുക? സർഫസ് എനർജി എന്ന് പറയാം. അതായത് ഇത് സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം: സർഫസ് എനർജി ഈസ് ദ എക്സ്ട്രാ എനർജി വിച്ച് ദ മോളിക്യൂൾസ് അറ്റ് ദ സർഫസ് ഹാവ്. ആ സർഫസിലുള്ള മോളിക്യൂൾസിനുള്ള എക്സ്ട്രാ എനർജിനെയാണ് സർഫസ് എനർജി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നമുക്ക് മാത്തമെറ്റിക്കലി ഈ സർഫസ് ടെൻഷനും സർഫസ് എനർജിയും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നോക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മൂവബിൾ ബാർ കൺസിഡർ ചെയ്തു. അപ്പോൾ മൂവബിൾ ബാർ എന്ന് പറയുമ്പോൾ ABCD ആണ് ആ കൺസിഡർ ചെയ്ത ബാറ്. അതിൽ നമ്മളൊരു ലിക്വിഡ് നടിച്ചു. കൺസിഡർ എ കേസ് ഇൻ വിച്ച് ദ ലിക്വിഡ് ഈസ് എൻക്ലോസ്ഡ് ഇൻ എ മൂവബിൾ ബാർ. അപ്പോൾ അടുത്തത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ സ്ലൈഡ് ദ ബാർ സ്ലൈഡ്ലി ആൻഡ് ഇറ്റ്സ് മൂവ്സ് സം ഡിസ്റ്റൻസ് D. അതായത് എന്നിട്ട് നമ്മൾ ആ മൂവബിൾ ബാറിൻ്റെ ഒരു സൈഡ് നമ്മൾ എന്ത് ചെയ്തു? സ്ലൈറ്റായിട്ട് മൂവ് ചെയ്തു. അതായത് ഇവിടുത്തെ സൈഡ് മൂവ് ചെയ്തത് CD എന്ന് പറയുന്ന സൈഡ് നമ്മൾ ഒരു D ഡിസ്റ്റൻസ് മൂവ് ചെയ്തു. ഈ D ഡിസ്റ്റൻസ് മൂവ് ചെയ്തപ്പോൾ അതിൻ്റെ പൊസിഷൻ എന്തായി മാറി? C', D' ആയി മാറി. നിങ്ങൾക്ക് എന്താ ടെക്സ്റ്റിൽ ഉണ്ട്, അത് ടെക്സ്റ്റിലുണ്ട്. പിന്നെ അതായി പിക്ചറിൽ കാണാൻ കഴിയും എങ്ങനെയാണ് ഇത് മൂവ് ചെയ്തതെന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ C', D' ആയിട്ട് മാറും. ദർ വിൽ ബി ആൻ ഇൻക്രീസിങ് ഏരിയ DL വേർ L ഈസ് ദ ലെങ്ത് ഓഫ് ദി ബാർ. അപ്പോൾ അവിടെ ഇൻക്രീസ് ചെയ്ത ഏരിയ എന്താ? D ഡിസ്റ്റൻസ് ആണ് ഇൻക്രീസ് ചെയ്തത്. കൂടാതെ ലെങ്ത്ത് എന്ന് പറയുന്നത് L ആണ്. ആ മൂവബിൾ ബാറിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ L ആണ്. അപ്പോൾ ടോട്ടൽ ഏരിയ ഇൻക്രീസ് ചെയ്ത ആ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? D × L. അപ്പോൾ DL എന്ന് നമുക്ക് പറയാൻ പറ്റും. ദ ലിക്വിഡ്സ് ഹാവ് 2 സർഫസസ്, വൺ ഓൺ ദി ബാർ ആൻഡ് അതർ എബോവ് ദ ബാർ. അപ്പോൾ ഇവിടെ എന്താ? നമുക്കറിയാം ഒരു ഫിലിം പോലെയല്ലേ ഇത് ആക്ട് ചെയ്യുന്നത്. അതായത് ഒരു ലിക്വിഡിന് 2 സർഫസ് ഉണ്ട്. ലിക്വിഡിന് പറഞ്ഞാൽ ഈ മൂവബിൾ ബാറിൽ എടുത്ത ലിക്വിഡ് എന്ന് പറയുമ്പോൾ 2 സർഫസ് ഉണ്ടാവും അല്ലേ? ഈ 2 സർഫസിന് ആവുമ്പോൾ ഇൻക്രീസ് ചെയ്ത സർഫസ് ഏരിയ എന്താവും? 2 × DL നമുക്ക് എഴുതാൻ പറ്റും. മനസ്സിലായോ? ഇനി വർക്ക് ഡൺ ഫോർ ദിസ് ചേഞ്ച്. അപ്പോൾ ഈ ചേഞ്ചസ് നമുക്ക് അറിയാം. ഇങ്ങനെ ഒരു ബാർ നമ്മൾ മൂവ് ചെയ്യാണ്, ഇങ്ങനെ ഒരു സൈഡ് മൂവ് ചെയ്യുമ്പോൾ അവിടെ എന്തായാലും ഒരു വർക്ക് ചെയ്യും. അതിൻ്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യാണ് ചെയ്തത് അല്ലേ? ആ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വർക്ക് ചെയ്യണം. ആ വർക്ക് എന്താ? F × D. അതായത് F × ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ? D ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ് ചെയ്തത് അല്ലേ? അപ്പോൾ F × D. W = F × D. ഇനി ഇഫ് U ഈസ് ദ സർഫസ് എനർജി. നമ്മൾ സർഫസ് എനർജി എന്ന് പറഞ്ഞാൽ U ആയിട്ട് കൺസിഡർ ചെയ്താൽ സർഫസ് എനർജി പെർ യൂണിറ്റ് ഏരിയ നമുക്ക് എങ്ങനെ എഴുതാം? U/A എന്ന് എഴുതാൻ പറ്റും ഇല്ലേ? സർഫസ് എനർജി പെർ യൂണിറ്റ് ഏരിയനെ U/A നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ
അപ്പോൾ ദെൻ ദ എക്സ്ട്രാ എനർജി ഓഫ് ദി ന്യൂലി ഫോംഡ് സർഫസ് ഈസ്, അപ്പോൾ എന്താ സർഫസ് എനർജി പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നത് U/A. അപ്പോൾ ഇൻക്രീസ്ഡ് എക്സ്ട്രാ എനർജി ഫോർ ഇൻക്രീസ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ഇൻക്രീസ് ചെയ്ത ഏരിയ ഇൻറ്റു U/A അതായി ആവുമല്ലോ. അപ്പോൾ ഇൻക്രീസ് ചെയ്ത സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ 2 × dl. അപ്പോൾ U/A ഇൻറ്റു 2 × dl എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ therefore U/A ഇൻറ്റു 2dl ഈക്വൽ ടു F × d. അതായത് നമുക്ക് പറയാൻ പറ്റും ഇവിടെ എനർജി എന്ന് പറഞ്ഞാൽ, അതായത് എനർജി എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ആണ്. അപ്പോൾ ഈ വർക്ക് ഡൺ കാരണമാണ് ഇവിടെ എക്സ്ട്രാ എനർജി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് അക്കോർഡിംഗ് ടു വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എനർജി. അപ്പം നമുക്ക് എന്ത് എഴുതാം, U/A ഇൻറ്റു 2dl ഈക്വൽ ടു F × d എന്ന് എഴുതാൻ പറ്റും ഇല്ലേ. അങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യും, U/A കണ്ടുപിടിക്കാം. U/A എന്ന് പറഞ്ഞാൽ എന്താ F/2l എന്ന് കിട്ടും. അപ്പോൾ F/2l എന്ന് പറഞ്ഞാൽ എന്താണ്, സർഫസ് ടെൻഷനാണ്, S അല്ലേ, S എന്നാണ് പറയുക, ഡിനോട്ട് ചെയ്യുക. അപ്പോൾ F/2l എന്ന് പറഞ്ഞാൽ സർഫസ് ടെൻഷന് നമുക്ക് U/A എന്നും എഴുതാം അല്ലേ, U/A എന്നും എഴുതാം. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും സർഫസ് ടെൻഷന് വേറൊരു ഡെഫിനിഷനും കൂടി നമുക്ക് പറയാം. സർഫസ് ടെൻഷൻ ഈസ് ദ സർഫസ് എനർജി പെർ യൂണിറ്റ് ഏരിയ ഓഫ് ദി ലിക്വിഡ് സർഫസ്. അപ്പോൾ സർഫസ് ടെൻഷൻ ഈസ് ദ സർഫസ് എനർജി പെർ യൂണിറ്റ് ഏരിയ ഓഫ് ലിക്വിഡ് സർഫസ്. കൂടാതെ വേറൊന്നും കൂടി നമ്മൾ പഠിച്ചിരുന്നു, എന്തായിരുന്നു, ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. ഇത് രണ്ടും ഈക്വലാണ്. സർഫസ് ടെൻഷൻ, സർഫസ് ഏരിയ പെർ യൂണിറ്റ് സർഫസ് എനർജി പെർ യൂണിറ്റ് ഏരിയയും ആണ്. പിന്നെന്താ, ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്തും ആണ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഇതാണ് റിലേഷൻ, സർഫസ് എനർജിയും സർഫസ് ടെൻഷനും തമ്മിലുള്ള റിലേഷൻ. ലിക്വിഡ്സിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് 2 ഫോഴ്സസ് പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ടതുണ്ട്. ആ ഫോഴ്സസാണ് അഡ്ഹെഷൻ, കൊഹെഷൻ. അപ്പോൾ നിങ്ങൾക്ക് പിക്ചറിൽ എന്താ മനസ്സിലായി? പിക്ചറിൽ എന്താ, 2 വാട്ടർ മോളിക്യൂൾസ് ഉണ്ട് അല്ലേ. 2 വാട്ടർ മോളിക്യൂൾസ് പരസ്പരം ചേർത്ത് പിടിച്ചിട്ടുണ്ട്. പിന്നെ വാട്ടർ മോളിക്യൂൾസും അത് വയറോ എന്തോ അത് സ്ഥിതി ചെയ്യുന്ന ഒരു സോളിഡായിട്ടുള്ള ഒരു പീസാണ്, സോളിഡുമായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൊഹെഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ മോളിക്യൂൾസ് പരസ്പരം അട്രാക്റ്റ് ചെയ്ത് നിൽക്കുന്നതിനാണ്, അതായത് ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ബിറ്റ്വീൻ ദ വാട്ടർ മോളിക്യൂൾസ്, അതാണ് എന്ത്, കൊഹെഷൻ. അഡ്ഹെഷൻ എന്ന് പറഞ്ഞാൽ ഈ വാട്ടർ മോളിക്യൂളും മറ്റൊരു മോളിക്യൂളും ആയിട്ട് ഉണ്ടാവുന്ന ഇതിനെയാണ് അഡ്ഹെഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ്, അല്ലെങ്കിൽ ഇത് വയർ പോലെ ഉണ്ട് അല്ലേ. അപ്പോൾ വയറാണെങ്കിൽ വയർ. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു ഗ്ലാസ് ട്യൂബിൽ നമ്മൾ വാട്ടറോ അല്ലെങ്കിൽ ഏതൊരു ലിക്വിഡ് എടുത്താലും ഈ ലിക്വിഡിനെ ആ ഗ്ലാസ്സിനെ വെറ്റ് ചെയ്യിപ്പിക്കാം. അതായത് ഇപ്പോൾ വാട്ടർ ആണെങ്കിൽ വാട്ടറിന് ഗ്ലാസ്സിനെ വെറ്റ് ചെയ്യിപ്പിക്കാനുള്ള കഴിവുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ വെറ്റ് ചെയ്യിപ്പിക്കാനുള്ള കഴിവ് എന്ന് ഉദ്ദേശിച്ചത് എന്താ, വാട്ടറിൽ ധാരാളം വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്ലാസ് ട്യൂബിൽ ധാരാളം ഗ്ലാസ് മോളിക്യൂൾസും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിലത്തെ വാട്ടർ മോളിക്യൂൾസിന് ഗ്ലാസ്സിൽ ഉള്ള മോളിക്യൂൾസുമായിട്ട് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടായിരിക്കും, ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അവിടെയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരേപോലെ അല്ലാത്ത 2 മോളിക്യൂൾസ് തമ്മിൽ അട്രാക്റ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, അഡ്ഹെഷൻ എന്ന് പറയുന്നത്. ആ ഫോഴ്സിനെയാണ് എന്ത് പറയുക, അഡ്ഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൊഹെഷൻ എന്ന് പറഞ്ഞാൽ വാട്ടറിൽ ധാരാളം വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്. ഈ വാട്ടർ മോളിക്യൂൾസ് തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടായിരിക്കും. ഇതിനെയാണ് എന്ത് പറയുക, കൊഹെഷൻ ഫോഴ്സ് അല്ലെങ്കിൽ കൊഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അഡ്ഹസീവ് ഫോഴ്സും കൊഹസീവ് ഫോഴ്സും എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അഡ്ഹെഷനും കൊഹെഷനും ഉള്ള ഡെഫിനിഷൻ നോക്കാം. എന്താ ഡെഫിനിഷൻ? ദ അട്രാക്ഷൻ ബിറ്റ്വീൻ 2 ലൈക്ക് മോളിക്യൂൾ ഈസ് കൊഹെഷൻ. ലൈക്ക് ആയിട്ടുള്ള മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷനെയാണ് എന്താ പറയുക, കൊഹെഷൻ എന്ന് പറയുന്നത്. ദ അട്രാക്ഷൻ ബിറ്റ്വീൻ 2 അൺലൈക്ക് മോളിക്യൂൾ ഈസ് അഡ്ഹെഷൻ. അപ്പോൾ അൺലൈക്ക് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷനാണ് അഡ്ഹെഷൻ. രണ്ടും ഒരു ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് ആണ്. അതായത് അഡ്ഹെഷൻ ആൻഡ് കൊഹെഷൻസ് ആർ ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് ബിറ്റ്വീൻ 2 മോളിക്യൂൾസ്. അത് നമുക്ക് മനസ്സിലായില്ലേ.
എന്താ അഡ്ഹഷനും എന്താ കൊഹഷനും എന്ന്? നിങ്ങൾ ലിക്വിഡ് സർഫസ് കണ്ടിട്ടുണ്ടോ? ലിക്വിഡ് സർഫസ് പ്ലെയിൻ ആയിട്ടാണോ എപ്പോഴും ഉണ്ടാവുക? അല്ല, ലിക്വിഡ് സർഫസ് ഒരു ചെറിയ കർവ്ഡ് ഷേപ്പ് ആയിരിക്കും. അത് നമുക്ക് കാണണമെങ്കിൽ അത് ടെസ്റ്റ് ട്യൂബിലെടുത്ത്, നാരോ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ട്യൂബിലെടുത്ത് നോക്കിയാൽ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും ലിക്വിഡ് സർഫസ് എങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് എന്നൊക്കെ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് 2 ലിക്വിഡ് എടുക്കാം. ഒന്ന് മെർക്കുറി, ഒന്ന് വാട്ടറും മെർക്കുറിയും ഓരോ ടെസ്റ്റ് ട്യൂബിൽ എടുക്കുമ്പോൾ അതിൻ്റെ സർഫസ് കാണുന്നത് ഇത്തരത്തിലാണ്. നിങ്ങൾക്ക് പിക്ചറിൽ കാണാം. മെർക്കുറിയുടെ സർഫസ് ഒരു കോൺവെക്സ് ഷേപ്പിലും വാട്ടറിൻ്റെ സർഫസ് ഒരു കോൺകേവ് ഷേപ്പിലും ആയിരിക്കും കാണപ്പെടുക. എന്തുകൊണ്ടാണ് അതിങ്ങനെ കാണുന്നത്? ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ അഡ്ഹഷൻ ഫോഴ്സും കൊഹസീവ് ഫോഴ്സും ഒക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. എന്താ അഡ്ഹസീവ് ഫോഴ്സ്? ഇവിടെ ഇതിൻ്റെ കേസ് പറയുന്നത് വാട്ടർ മോളിക്യൂൾസ് തമ്മിലോ അല്ലെങ്കിൽ രണ്ട് വാട്ടർ മോളിക്യൂൾസ് തമ്മിലോ അല്ലെങ്കിൽ 2 മെർക്കുറി മോളിക്യൂൾസ് തമ്മിലോ ഉണ്ടാവുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് എന്ത് പറയുക? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഇന്റർമോളിക്യുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇതാണ് പറയുക. അതിനെയാണ് എന്ത് പറയുക? കൊഹസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ലൈക്ക് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ. അഡ്ഹസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മെർക്കുറി എടുത്തത് ഗ്ലാസ് ട്യൂബിലല്ലേ, അപ്പോൾ ഗ്ലാസ് മോളിക്യൂൾസും മെർക്കുറിയും തമ്മിൽ അല്ലെങ്കിൽ ഗ്ലാസ് മോളിക്യൂൾസും വാട്ടറും തമ്മിൽ ഇങ്ങനെ ഉണ്ടാവുന്നതാണ് എന്ത്? അഡ്ഹസീവ് ഫോഴ്സ്. അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ എന്തൊക്കെ അതിൻ്റെ സർഫസ് നോക്കൂ, ഒരു കർവ് ഷേപ്ഡ് ആണ് അല്ലേ. എന്തുകൊണ്ടാണ് ഇങ്ങനെ കർവ് ഷേപ്ഡ് എന്ന് വെച്ചാൽ ഈ ചില ലിക്വിഡ്സിൽ അഡ്ഹസീവ് ഫോഴ്സ് കൂടുതലും ചില ലിക്വിഡ്സിൽ കൊഹസീവ് ഫോഴ്സ് കൂടുതലും ആയിരിക്കും. ഇപ്പോൾ ലൈക്ക് മെർക്കുറിയുടെ കേസ് എടുക്കുക. മെർക്കുറി നമ്മൾ ഒരു പാത്രത്തിലെടുക്കുമ്പോൾ മെർക്കുറി നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, ആ പാത്രത്തിന് ഒരിക്കലും വെറ്റ് ചെയ്യിപ്പിക്കില്ല. മെർക്കുറി എപ്പോഴും നമ്മൾ എന്തെങ്കിലും എടുക്കുമ്പോൾ ഒരു സ്ഫെരിക്കൽ ഷേപ്പൊക്കെ ആയിട്ടാണ് മെർക്കുറി കാണുക. മെർക്കുറിക്ക് വെറ്റ് ചെയ്യിപ്പിക്കാനുള്ള കഴിവ് കുറവാണ്. അതായത് ഇപ്പോൾ ഒരു ഗ്ലാസ്സിലെടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഗ്ലാസ് ട്യൂബിൽ ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത്, അപ്പോൾ ആ മെർക്കുറിക്ക് ആ ഗ്ലാസ്സുമായിട്ടുള്ള അല്ലെങ്കിൽ ആ സോളിഡ് സർഫസുമായിട്ട് ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ല. അതായത് അവ തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഇല്ല. അതായത് ഇവിടെ എന്താ? കൊഹസീവ് ഫോഴ്സ് കൂടുതലും അഡ്ഹസീവ് ഫോഴ്സ് കുറവുമായിരിക്കും. ഇവിടെ സോളിഡ് സർഫസുമായിട്ട് ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ലാത്ത, അതായത് അട്രാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് അവിടെ അഡ്ഹസീവ് ഫോഴ്സ് കുറവായിരിക്കും, കൊഹസീവ് ഫോഴ്സ് അവിടെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ സർഫസിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാകുമ്പോൾ എന്താ? ആ സർഫസ് ഷ്രിങ്ക് ചെയ്യും. അതിൻ്റെ ഏരിയ കുറയ്ക്കാനാണ് നോക്കുക. ഏരിയ കുറയ്ക്കാൻ നോക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ സോളിഡ് ലിക്വിഡും ഉള്ള ഇൻ്റർസെക്ഷൻ, ആ പോയിൻ്റ് എന്ന് പറയണത് താഴേക്ക് വരും. അവിടെ ഒരു ഡിപ്പ് ഉണ്ടാവും. കാരണം മാക്സിമം ഈ സോളിഡ് സർഫസുമായിട്ട് അത് അറ്റാച്ച് ചെയ്യണത് കുറവായിരിക്കും. അതുകൊണ്ടാണ് അവിടെ ഒരു കർവ് ഷേപ്പ് വരാൻ കാരണം, ഒരു കോൺവെക്സ് കർവ് വരാൻ കാരണം. മനസ്സിലായോ? അപ്പോൾ കോൺകേവ് കർവാണ് വാട്ടറിൽ. അതെന്തായിരിക്കും? കോൺകേവ് കർവാണ്. അതായത് ഈ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ് കുറച്ച് റൈസ് ചെയ്തിട്ടാണ് കാണപ്പെടുന്നത് അല്ലേ. അതായത് സോളിഡും വാട്ടറും തമ്മിലുള്ള പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ് അല്പം റൈസ് ചെയ്തിട്ടാണ് കാണുന്നത്. അതെന്തുകൊണ്ടാണ്? അവിടെ ഈ വാട്ടറിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ വാട്ടറിന് സോളിഡിനെ വെറ്റ് ചെയ്യിപ്പിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ വെറ്റ് ചെയ്യിപ്പിക്കാനുള്ള കഴിവെന്ന് പറഞ്ഞാൽ എന്താ? വാട്ടറിന് സോളിഡിനുമായിട്ടുള്ള ഒരു അട്രാക്ഷൻ ഉണ്ടായിരിക്കും. അവിടെ ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും. ആ ഫോഴ്സിനെയാണ് എന്ത് പറയുക? അഡ്ഹസീവ് ഫോഴ്സ്. അപ്പോൾ അവിടെ എന്താണ്? അഡ്ഹസീവ് ഫോഴ്സ് കൂടുതലായിരിക്കും. അഡ്ഹസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വാട്ടർ മോളിക്യൂൾസ് കൂടുതലായിട്ട് സോളിഡ് മോളിക്യൂൾസിനെ അട്രാക്റ്റ് ചെയ്യും. അതുകൊണ്ട് ആ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റിൽ കുറച്ച് റൈസ് ചെയ്തിട്ട് കാണപ്പെടുന്നു. പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ് റൈസ് ചെയ്തിട്ട് കാണപ്പെടുന്നു. അത് ഈ അട്രാക്ഷൻ കാരണമാണ്. അപ്പോൾ അതുകൊണ്ടാണ് വാട്ടറിൻ്റെ സർഫസ് ഒരു കോൺകേവ് ഷേപ്പായിട്ട് കാണപ്പെടുന്നത്. മനസ്സിലായോ? ഇപ്പോൾ മെർക്കുറിയുടെ കേസിൽ അഡ്ഹസീവ് ഫോഴ്സ് ഈസ് ലെസ് ദാൻ കൊഹസീവ് ഫോഴ്സ് ആൻഡ് ഇൻ ദ കേസ് ഓഫ് വാട്ടർ അഡ്ഹസീവ് ഫോഴ്സ് ഈസ് ഗ്രേറ്റർ ദാൻ കൊഹസീവ് ഫോഴ്സ്. മനസ്സിലായല്ലോ? ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ്. എന്താണ് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ്? നമുക്കറിയാം, ഒരു സർഫസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ടു മീഡിയത്തിൻ്റെ രണ്ട് മീഡിയങ്ങളുടെ സെപ്പറേഷൻ അല്ലെങ്കിൽ രണ്ട് മീഡിയത്തിൻ്റെ ഇൻ്റർഫേസ് ആണ് ഒരു സർഫസ് എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഈ രണ്ട് സർഫസിൻ്റെ
ഇടയിലുണ്ടാവുന്ന ആംഗിള്, ഇതിനെയാണ് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. രണ്ട് മീഡിയം തമ്മിൽ കോണ്ടാക്റ്റ് ചെയ്യുന്ന റീജിയനിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആയിരിക്കണം കേട്ടോ. അപ്പോൾ രണ്ട് മീഡിയങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ ഉണ്ടാക്കുന്ന ഒരു ആംഗിളാണ് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യാം, ഒരു ലിക്വിഡ് സോളിഡും കോണ്ടാക്റ്റ് ചെയ്യുന്ന റീജിയൻ എടുക്കാം. അപ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബിൽ നമുക്ക് വാട്ടർ എടുക്കാം, മെർക്കുറി എടുക്കാം. അപ്പോൾ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, നമുക്ക് മെർക്കുറി എന്ന് പറഞ്ഞത് ഒരു ലിക്വിഡ് ആണല്ലോ. അപ്പം ലിക്വിഡിൻ്റെ സർഫസിൽ ഒരു ടാൻജൻറ്റ് വരയ്ക്കണം. എവിടെ ടാൻജൻറ്റ് വരയ്ക്കണം? അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് ബിറ്റ്വീൻ ലിക്വിഡ് ആൻഡ് സോളിഡ്. സോളിഡും ലിക്വിഡും മീറ്റ് ചെയ്യുന്ന, അതായത് കോണ്ടാക്റ്റ് ചെയ്യുന്ന, അവർക്ക് ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവും. ആ പോയിന്റിൽ വെച്ചിട്ട് ഒരു ടാൻജൻറ്റ് വരയ്ക്കണം. ലിക്വിഡ് സർഫസിന് ഒരു ടാൻജൻറ്റ് വരയ്ക്കണം. ഇവിടെ ഒരു കർവ് സർഫസ് അല്ലേ, ഒരു കോൺവെക്സ് ഷേപ്പിലുള്ള സർഫസാണ് മെർക്കുറിക്ക്. അതുകൊണ്ട് ലിക്വിഡ് സർഫസ് ഒരു ടാൻജൻറ്റ് വയ്ക്കണം. അതുപോലെ തന്നെ നമ്മൾ സോളിഡ് സർഫസിനും ഒരു ടാൻജൻറ്റ് വയ്ക്കണം. സോളിഡ് സർഫസിനും ടാൻജൻറ്റ് വയ്ക്കണം. ഇവിടെ മെർക്കുറിയുടെ കേസിൽ നിങ്ങൾക്ക് ലിക്വിഡ് സർഫസിൻ്റെ ടാൻജൻറ്റ് ആരോ മാർക്ക് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. സോളിഡ് സർഫസിന് ടാൻജൻറ്റ് എന്ന് പറയുമ്പോൾ അത് അതേ ഡയറക്ഷനിലായിരിക്കും, ആ പ്യുവർ ഗ്ലാസ് ഇരിക്കുന്ന അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും, ആ പാരലലായിരിക്കും. കാരണം അവിടെ കർവ് അല്ലല്ലോ, ഒരു പ്ലെയിൻ ആയിട്ടല്ലേ വരുന്നത്. അപ്പോൾ അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിൽ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞാൽ ആംഗിൾ, ഇതിപ്പോൾ തമ്മിലുള്ള ആംഗിളാണ്. ഈ ടാൻജൻറ്റും, അതായത് ലിക്വിഡ് സർഫസിൽ ഉണ്ടാക്കുന്ന ടാൻജൻറ്റും സോളിഡ് സർഫസിൻ്റെ ടാൻജൻറ്റും, ഇവിടെ സോളിഡ് സർഫസ് തന്നെ പറയാം, ശരിക്കും സോളിഡ് സർഫസും ഒരു ടാൻജൻറ്റ് വരയ്ക്കണം. അത് കർവ് ഷേപ്പ് ആണെങ്കിൽ അവിടെ ഒരു ടാൻജൻറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ പ്ലെയിൻ ആയതുകൊണ്ട് അവിടെ ടാൻജൻറ്റ് അതേ സർഫസ് തന്നെയാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ഇവ തമ്മിൽ മേക്ക് ചെയ്യണ ആംഗിളാണ് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ്. പക്ഷേ ഇവിടെ രണ്ട് തരത്തിലുള്ള ആംഗിൾ കാണാനുണ്ട് അല്ലേ. ഒരു അക്യൂട്ട് ആംഗിളും കാണാനുണ്ട്, ഒരു ഒബ്റ്റ്യൂസ് ആംഗിളും കാണാനുണ്ട്. ഇതിൽ ഏതാണ് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ്? അതിനും ഒരു ഇതുണ്ട്, അത് വിത്തിൻ ദ ലിക്വിഡ് ആയിരിക്കണം. ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് ഇൻ കോണ്ടാക്റ്റ് വിത്ത് ദ ലിക്വിഡ് ആയിരിക്കണം, അതൊരു നിബന്ധന ഉണ്ട്. അപ്പം ഇവിടെ കോണ്ടാക്റ്റ് വിത്ത് ദ ലിക്വിഡ് ഏതാണ്? ഒബ്റ്റ്യൂസ് ആംഗിൾ അല്ലേ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ഒബ്റ്റ്യൂസ് ആംഗിളാണ് ഈ കോണ്ടാക്റ്റ്, അതായത് 90 ഡിഗ്രിനേക്കാളും കൂടിയ ആംഗിളാണ് ഈ മെർക്കുറി ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അതായത് മെർക്കുറിയിൽ സ്ഥിതി ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഒബ്റ്റ്യൂസ് ആംഗിളാണ്. ആ തീറ്റ എന്ന് റെപ്രസെൻറ്റ് ചെയ്തതാണ് എന്ത്? ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇൻ ദ കേസ് ഓഫ് വാട്ടർ ആണെങ്കിലോ അതൊരു കോൺകേവ് ഷേപ്പാണ് അല്ലേ. കോൺകേവ് ഷേപ്പ് ആകുമ്പോൾ ഇതിൻ്റെ ടാൻജൻറ്റ്, വാട്ടറിൻ്റെ സർഫസിൻ്റെ ടാൻജൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഡൗൺവേർഡ്സ് ആയിട്ട് വരും. അത് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റിംഗ് പോയിന്റിൽ വരുന്ന ടാൻജൻറ്റ് താഴോട്ടല്ലേ, അങ്ങനെ ആംഗിൾ വരും. അതായത് ഒരു ആരോ മാർക്ക് വെച്ചിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സോളിഡിൻ്റെ സർഫസ് മേക്ക് ചെയ്യുന്ന ടാൻജൻറ്റ്, ഇവ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ. ഈ തീറ്റ എന്ന് പറയുന്നത് അത് വിത്തിൻ ദ ലിക്വിഡ് ആയിരിക്കണം. അപ്പോൾ അതെന്തായിരിക്കും? അക്യൂട്ട് ആംഗിൾ ആയിരിക്കും, അവിടുത്തെ അക്യൂട്ട് ആംഗിൾ ആയിരിക്കും. അപ്പോൾ മനസ്സിലായി, വാട്ടറിൻ്റെ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് അക്യൂട്ടും നമ്മുടെ മെർക്കുറിയുടെ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ഒബ്റ്റ്യൂസും ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ചില ലിക്വിഡ്സിൻ്റെ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് 90നേക്കാളും താഴെ, ചില ലിക്വിഡ്സിൻ്റെ 90നേക്കാളും ഇതുണ്ടാവും. അപ്പം എന്തിനെ ബേസ് ചെയ്തിട്ടറിയോ? വാട്ടറിൻ്റെ പ്രത്യേകത എന്താ? വാട്ടർ ക്യാൻ വെറ്റ് ദ സോളിഡ് സർഫസ്. സോളിഡ് സർഫസിനെയൊക്കെ വാട്ടറിന് വെറ്റ് ചെയ്യിപ്പിക്കാനുള്ള കഴിവുണ്ട് അല്ലേ. സോളിഡ് സർഫസിനെ വെറ്റ് ചെയ്യിക്കാൻ കഴിവുണ്ട്. പക്ഷേ മെർക്കുറിക്ക് വെറ്റ് ചെയ്യിക്കാൻ കഴിവില്ല, അത് നമുക്കറിയാം. അതുകൊണ്ടാണ് നമുക്ക് മെർക്കുറിയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ഡ്രോപ്സ് ആയിട്ടാണ് കാണുക അല്ലേ. ഒരു സ്ഫിരിക്കൽ ഷേപ്പിലായിരിക്കും മെർക്കുറി ഡ്രോപ്സ് ഉണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വെറ്റ് ചെയ്യിക്കാൻ കഴിവില്ലാത്ത, അതായത് സോളിഡ് സർഫസിനെ വെറ്റ് ചെയ്യിക്കാൻ കഴിവില്ലാത്ത ലിക്വിഡ്സിൻ്റെ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? ഒബ്റ്റ്യൂസ് ആംഗിൾ ആയിരിക്കും, അതായത് 90 ഡിഗ്രിനേക്കാളും കൂടുതലായിരിക്കും. പക്ഷെ വെറ്റ് ചെയ്യിക്കാൻ കഴിവുള്ള വാട്ടർ ലൈക്ക് ആയിട്ടുള്ള ലിക്വിഡ്സിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞത് എന്തായിരിക്കും? അക്യൂട്ട് ആംഗിൾ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റിനെ കുറിച്ചിട്ട് പറയാം.
when the angle of contact between a liquid and a solid is defined as the angle enclosed between the tangent to the liquid surface and the solid surface which is in contact with the liquid as shown in the figure. നമ്മൾ ഫിഗറിന് ആസ്പദമാക്കിയിട്ടാണ് പറഞ്ഞത്. The angle of contact varies between 0 degree to 180 degree. 0 degree മുതൽ 180 degree വരെ ആംഗിൾ വേരി ചെയ്യാം. ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നേച്ചർ ഓഫ് ദി ലിക്വിഡ്. അപ്പോൾ ഓരോ ലിക്വിഡ് മാറുന്നതിനനുസരിച്ചും അതിൻ്റെ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് മാറും. ചിലത് ഞാൻ പറഞ്ഞില്ലേ വെറ്റിയിക്കാൻ കഴിവുണ്ട്, ചിലത് വെറ്റിയിക്കാൻ കഴിവില്ല. പിന്നെ പല തരത്തിലായിരിക്കും സർഫസിൻ്റെ അലൈൻമെൻറ്റ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് മാറും. പിന്നെ ഫോർ ദി ലിക്വിഡ് വിച്ച് വെറ്റ് ദ സർഫസ് ഓഫ് ദി solids such as water and glass, the angle of contact is acute. അത് നമ്മളിപ്പോൾ പറഞ്ഞു. While those for the liquids which do not wet the surface of the solids such as mercury and glass, this glass contact angle of contact is obtuse. ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്തായിരിക്കും? ഒബ്റ്റ്യൂസ് ആയിരിക്കും. അപ്പോൾ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഡിക്രീസസ് with addition to impurities whereas it is increases if the temperature is increased. അപ്പോൾ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ഇമ്പ്യൂരിറ്റീസ് നമ്മൾ കൂടുകയാണ്, ലിക്വിഡ്സിൽ ഇമ്പ്യൂരിറ്റീസ് കൂടുകയാണെങ്കിൽ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ഡിക്രീസ് ചെയ്യും. ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ഡിക്രീസ് ചെയ്യും. ഇപ്പോൾ ഇമ്പ്യൂരിറ്റീസ് കൂടുമ്പോഴാണ് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ഡിക്രീസ് ചെയ്യുക. അപ്പോൾ ഇറ്റ് ഇൻക്രീസസ് വെൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ മനസ്സിലായ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റിൻ്റെ പ്രത്യേകതകൾ. നമുക്കറിയാം എന്തുകൊണ്ടാണ് ഡ്രോപ്സിന്, വാട്ടർ ഡ്രോപ്സിന്, ബബിൾസിന് ഒക്കെ ഒരു സ്ഫെരിക്കൽ ഷേപ്പ് വന്നത്. നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലേ, നമ്മളവിടെ ഡിസ്കസ് ചെയ്തതുമാണ്. എന്താ? ഡ്യൂ ടു ദ സർഫസ് ടെൻഷൻ a liquid surface always tends to have minimum surface area. അപ്പോൾ ഒരു സർഫസ് ടെൻഷൻ എന്താ പറഞ്ഞത്? സർഫസ് ടെൻഷൻ പറയുമ്പോൾ തന്നെ പറഞ്ഞു നമ്മൾ അതിൻ്റെ സർഫസ് ഡിക്രീസ് ചെയ്യാനാണ് ശ്രമിക്കുക. അതായത് സർഫസ് ഏരിയ മിനിമം ആക്കാനാണ് നോക്കുക. സർഫസ് ടെൻഷൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് തന്നെ അതാണ്. ഫോർ എ ഗിവൺ വോളിയം എ സ്ഫിയർ ഹാസ് മിനിമം സർഫസ് ഏരിയ. നമുക്ക് അറിയാം പല ഷേപ്പുകൾ കൺസിഡർ ചെയ്ത് നോക്കിയാൽ സ്ഫിയറിന് ആവും മിനിമം സർഫസ് ഏരിയ ഉണ്ടാവുക. ഹെൻസ് സ്മാൾ ഡ്രോപ്സ് ആൻഡ് ബബിൾസ് ഓഫ് എ ലിക്വിഡ് അസ്യൂം സ്ഫെരിക്കൽ ഷേപ്പ്. അതുകൊണ്ടാണ് ഇങ്ങനെ ബബിൾസിനും സ്മോൾ ഡ്രോപ്സ്, സ്മോൾ ആയിട്ടുള്ള വാട്ടർ ഡ്രോപ്സ് അല്ലെങ്കിൽ ലിക്വിഡ് ഡ്രോപ്സിനൊക്കെ ഇങ്ങനെ സ്ഫെരിക്കൽ ഷേപ്പ് ആവാനുള്ള കാരണം. നമുക്ക് അറിയാം ഈ സ്പ്രേ ചെയ്യുമ്പോഴൊക്കെയാണ് ഈ സ്ഫിയേഴ്സ് നമുക്ക് ശ്രദ്ധയിൽ വരാം. പക്ഷേ ചിലപ്പോൾ ഇതൊരു ഫ്ലാറ്റായിട്ട് കാണാം അല്ലേ. ചിലപ്പോൾ നമ്മളൊക്കെ തറയിൽ ഒരു ലിക്വിഡ് ഒഴിച്ച് കഴിഞ്ഞാൽ അത് ഫ്ലാറ്റ് സർഫസായിട്ട് നിൽക്കാറുണ്ട് അല്ലേ. അതെന്തുകൊണ്ടാണ്? ഹൗവർ എ ബിഗ് ഡ്രോപ്പ് ഓഫ് എ ലിക്വിഡ് ഈസ് നോട്ട് സ്ഫിരിക്കൽ ഇൻ ഷേപ്പ്. അപ്പോൾ ബിഗ് ഡ്രോപ്പാണ് നമ്മൾ ഒഴിക്കുന്നത് വിചാരിച്ചാൽ അത് സ്ഫിരിക്കൽ ഷേപ്പ് ആവാറില്ല. അതെന്തുകൊണ്ടാണ്? ബട്ട് ഇറ്റ് ഈസ് ഫ്ലാറ്റ്. അതൊരു ഫ്ലാറ്റായിട്ടാണ് നമുക്ക് കാണുക. അതെന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ അവിടെ ഗ്രാവിറ്റി ഉണ്ട്. നമുക്ക് ബിഗ് ആയിട്ടുള്ള ഡ്രോപ്പുകളിൽ ഗ്രാവിറ്റി, എഫക്റ്റ് ഓഫ് ഗ്രാവിറ്റി അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്മോളർ ഡ്രോപ്പിൽ ഗ്രാവിറ്റി എന്ന് പറയുന്നത് നെഗ്ലിജിബിളാണ്. അതുകൊണ്ടാണ് അത് സ്ഫിരിക്കൽ ഷേപ്പിൽ വന്നത്. സ്മോൾ ഡ്രോപ്പ് സ്ഫിരിക്കൽ ഷേപ്പിൽ വരാൻ കാരണം, ലാർജ് ആയിട്ടുള്ള ഡ്രോപ്സ് സ്ഫിരിക്കൽ ഷേപ്പ് ഇല്ലാത്തതിന് കാരണം അവിടെ ഗ്രാവിറ്റി ഉണ്ട്. അതാണ്. ദിസ് ഈസ് ബിക്കോസ് a small drop, the effect of gravity is negligible and the surface tensions decide the shape. On the other hand, for big drop, the effect of gravity predominates over the surface area and the drops gets flattened. അപ്പോൾ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് എന്താ പറയുക സ്ഫിയർ ഷേപ്പ് ആവാൻ കാരണം? എന്തിന്? ഡ്രോപ്സിന് ബബിൾസിനൊക്കെ സ്ഫിയർ ഷേപ്പ് ഉണ്ടാവാൻ കാരണം എന്താണെന്ന് മനസ്സിലായി. ചില ലാർജറായിട്ടുള്ള ഡ്രോപ്സിനൊക്കെ ഫ്ലാറ്റ് ഷേപ്പ് വരാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലായില്ലേ. ഡ്രോപ്സിനെയും കുറിച്ചും ബബിൾസിനെ കുറിച്ചിട്ടും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഷേപ്പ് എന്തുകൊണ്ടാണ് അത് വന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അതിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് എക്സസ് പ്രഷർ. എക്സസ് പ്രഷർ എന്താണെന്ന് പറഞ്ഞാൽ
ഒരു ബബിൾ അല്ലെങ്കിൽ ഡ്രോപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിന് സ്ഫിയർ ഷേപ്പ് ആയിരിക്കും അല്ലേ, സ്ഫെറിക്കൽ ഷേപ്പ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ സർഫസിലുള്ള എല്ലാ മോളിക്യൂൾസിനും ഒരു നെറ്റ് ഫോഴ്സ് ഇൻവേർഡ് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് ടുവേർഡ്സ് സെൻറ്റർ ഓഫ് ദി സ്ഫിയറിൻ്റെ സെൻറ്ററിലേക്ക് ആക്ട് ചെയ്യുന്നത് പോലെ ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും. ഈ ഫോഴ്സ് ഒരു പ്രഷർ ഉണ്ടാകുന്നതിന് കാരണമാവില്ലേ, ഈ ഇൻവേർഡ് ഫോഴ്സ് കാരണം നമ്മുടെ ബബിള് അല്ലെങ്കിൽ ഈ ഡ്രോപ്പ് കൺട്രാക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഏരിയ ഇങ്ങനെ കുറയ്ക്കും. പക്ഷേ ഇവിടെ ഉള്ളിൽ ഈ ഫോഴ്സ് കാരണം ഒരു പ്രഷർ ഉണ്ടാകുന്നുണ്ട്. ഈ പ്രഷർ പുറത്തുള്ള പ്രഷർ, ഈ ബബിളിൻ്റെയും ഡ്രോപ്പിൻ്റെയൊക്കെ പുറത്തുള്ള പ്രഷർ, അതിന് പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷർ ആവാം, എന്തായാലും ആ സർഫസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രഷറിനേക്കാളും കൂടുതലായിരിക്കും. അങ്ങനെ കൂടുതലായിട്ട് വരുമ്പോൾ എന്താ ഉണ്ടാവുക, പ്രഷർ ഉള്ളിൽ, അതായത് ഇൻസൈഡ് ദ ബബിൾ പ്രഷർ ഈസ് ഗ്രേറ്റർ ആൻഡ് ഔട്ട്സൈഡ് ഇറ്റ് ഈസ് ലെസ്സർ. അങ്ങനത്തെ ഒരു കണ്ടീഷൻ വരുമ്പോൾ ഈ ബബിള് അല്ലെങ്കിൽ ഡ്രോപ്പ് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഉള്ളിലെ പ്രഷർ കൂടുതലും പുറത്തുള്ള പ്രഷർ കുറവായുണ്ടാകും. അപ്പോൾ പുറത്തുള്ള പ്രഷറിനേക്കാളും എത്രയോ പ്രഷർ കൂടുതലാണ് ഉള്ളിൽ അല്ലേ. അപ്പോൾ ഈ ബബിള് അല്ലെങ്കിൽ ഡ്രോപ്പ് ഒരു സ്റ്റേബിൾ എത്തണമെങ്കിൽ ഉള്ളിലത്തെ പ്രഷറും പുറത്തത്തെ പ്രഷറും ഈക്വൽ ആവണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ബബിള് അല്ലെങ്കിൽ ഡ്രോപ്പ് എക്സ്പാൻഡ് ചെയ്യുന്നത്. എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ ഈ ഉള്ളിലത്തെ പ്രഷറും പുറത്തത്തെ പ്രഷറും ഈക്വലായിട്ട് മാറും. അപ്പോൾ ഈ എക്സസ് പ്രഷർ ഇൻസൈഡ് ദ ബബിൾ അല്ലെങ്കിൽ ഡ്രോപ്പ് ആണ് എക്സസ് പ്രഷർ എന്ന് പറയുന്നത്. എക്സസ് പ്രഷർ എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ഉള്ളിലുള്ള പ്രഷർ പുറത്തുള്ള പ്രഷറിനേക്കാളും എത്രയോ കൂടുതലാണ്. ഈ പ്രഷറിനെയാണ്, ഈ ഡിഫറൻസിനെയാണ് എന്ത് പറയുക, എക്സസ് പ്രഷർ. അതായത് ഉള്ളിലുള്ള പ്രഷർ മൈനസ് പുറത്തുള്ള പ്രഷർ. അപ്പോൾ ഉള്ളിലുള്ള പ്രഷർ നമ്മൾ PI ആയിട്ടും പുറത്തുള്ള പ്രഷർ PO ആയിട്ടും കൺസിഡർ ചെയ്താൽ PI മൈനസ് PO ആയിരിക്കും എക്സസ് പ്രഷർ. മനസ്സിലായോ? അപ്പോൾ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. കൺസിഡർ എ ലിക്വിഡ് ഡ്രോപ്പ് ഓഫ് റേഡിയസ് R ആൻഡ് സർഫസ് ടെൻഷൻ S. നമ്മൾ കൺസിഡർ ചെയ്യുക, ഒരു റേഡിയസ് ഉള്ള ഒരു ലിക്വിഡ് ഡ്രോപ്പ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ലിക്വിഡ് ഡ്രോപ്പിൻ്റെ കേസാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഡ്യൂ ടു ദിസ് സർഫസ് ടെൻഷൻ the molecules on the surface film experience a net force in the inward direction normal to the surface. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ സർഫസ് ടെൻഷൻ കാരണം സർഫസിലുള്ള മോളിക്യൂൾസിന് ഒരു നെറ്റ് ഫോഴ്സ് ഇൻവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യും. അത് നോർമൽ ടു ദ സർഫസും ആയിരിക്കും. Therefore there is more pressure inside than outside. നമ്മൾ പറഞ്ഞ പോലെ തന്നെ മോർ പ്രഷർ ഇൻസൈഡിൽ ഉണ്ടാവും ദാൻ ഔട്ട്സൈഡ്. മനസ്സിലായോ? ലെറ്റ് PI be the pressure inside the liquid drop and P0 be the pressure outside the drop. Therefore excess pressure inside the liquid drop is P equal to PI minus P0. അപ്പോൾ നമുക്ക് എക്സസ് പ്രഷർ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഉള്ളിലത്തെ പ്രഷർ ഇൻസൈഡ് മൈനസ് പ്രഷർ ഔട്ട്സൈഡ്. Due to this excess pressure inside the liquid drop, the free surface of the drop will experience the net force in outward direction due to which the drop will expand. എക്സസ് പ്രഷർ കാരണമാണ് എന്ത്, ഈ ബബിളോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്ത് ഡ്രോപ്പാണ്, ലിക്വിഡ് ഡ്രോപ്പ് ഇവിടെ എക്സ്പാൻഡ് ചെയ്യാനുള്ള കാരണം ഈ എക്സസ് പ്രഷറാണ്. ലെറ്റ് ദ ഫ്രീ സർഫസ് ഡിസ്പ്ലേസ് ബൈ ΔR. അപ്പോൾ നമ്മൾ ഈ ലിക്വിഡ് ഡ്രോപ്പിന് എക്സ്പാൻഡ് ചെയ്ത ഡിസ്റ്റൻസ് ΔR ആണെന്ന് കൺസിഡർ ചെയ്യാം. നമ്മൾ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്, ΔR ആയിട്ട് കൺസിഡർ ചെയ്യാം. Therefore excess of pressure does the work in displacing the surface and
that work will be stored in the form of potential energy. അപ്പോൾ നമ്മൾ ഇങ്ങനെ എക്സസ് പ്രഷർ ഉണ്ടായിട്ട് ഇങ്ങനെ എക്സസ് പ്രഷർ കാരണം അവിടെ ഒരു വർക്ക് നടക്കുന്നുണ്ട്. കാരണം എന്താ, ആ ആർ എന്നുള്ള റേഡിയസ് ആർ പ്ലസ് ഡെൽറ്റ ആർ ആയിട്ട് മാറി. അതായത് ഡെൽറ്റ ആർ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് അവിടെ നടന്നിട്ടുണ്ട്. ഡെൽറ്റ ആർ ഡിസ്പ്ലേസ്മെൻറ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ ഈ ഫോഴ്സ് കാരണമാണ് അവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായത്. ആ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കുമ്പോൾ അവിടെ ഒരു വർക്ക് നടത്തേണ്ടതുണ്ടാവും. അപ്പോൾ ഇങ്ങനെ സർഫസിനെ ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ അവിടെ വർക്ക് നടക്കുന്ന ഈ വർക്ക് സ്റ്റോർ ചെയ്യുന്നത് പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക. The work done by the excess pressure in displacing the സർഫസ് ഡിസ്പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത വർക്ക് ഡൺ എങ്ങനെ കണ്ടുപിടിക്കുക? വർക്ക് ഡൺ എങ്ങനെ കണ്ടുപിടിക്കുക? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഫോഴ്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് എക്സസ് പ്രഷർ ഇൻറ്റു സർഫസ് ഏരിയ അറിയാം. പ്രഷർ ഇൻറ്റു ഏരിയ ആണല്ലോ ഫോഴ്സ്. അപ്പോൾ എക്സസ് പ്രഷർ, ഇവിടെ എക്സസ് പ്രഷർ കാരണമാണ് അവിടെ ഒരു വർക്ക് നടന്നത്. അപ്പോൾ നമുക്ക് എക്സസ് പ്രഷർ ഇൻറ്റു സർഫസ് ഏരിയ എന്നെഴുതാം. അപ്പോൾ ഫോഴ്സിൻ്റെ സ്ഥാനത്ത് എക്സസ് പ്രഷർ ഇൻറ്റു സർഫസ് ഏരിയ എന്നെഴുതി ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി സർഫസിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ എക്സസ് പ്രഷർ എന്താ, നമുക്ക് പി എന്ന് എഴുതാം. പി = ആണ് പി ഐ മൈനസ് പി സീറോ എഴുതിയത്. അപ്പോൾ പി നമുക്ക് അവിടെ വരും. എക്സസ് പ്രഷർ എന്ന് പറയുന്നത് പി ആയിരിക്കും. ഇനി അവിടുത്തെ സർഫസ് ഏരിയ എന്താ, എക്സസ് പ്രഷർ ഉണ്ടാവുന്നത് ഏത് സർഫസിലാണ്? നമ്മുടെ ആർ റേഡിയസ് ഉള്ള സർഫസിലാണ് അല്ലേ. അപ്പോൾ 4πr എന്നാണ് സർഫസ് ഏരിയ വരിക. ഇൻറ്റു എത്ര അതിനെ ഡിസ്പ്ലേസ് ചെയ്തു? ഡെൽറ്റ ആർ. അപ്പോൾ ഡെൽറ്റ ആർ ഇൻറ്റു ഡെൽറ്റ ആർ. അപ്പോൾ വർക്ക് ഡൺ = പി ഇൻറ്റു 4πr ഇൻറ്റു ഡെൽറ്റ ആർ. ഇങ്ങനെ കിട്ടും ഇല്ലേ. ഇനി ഇൻക്രീസ് ഇൻ ദ പൊട്ടൻഷ്യൽ എനർജി ഈസ്, നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ് ഇവിടെ സ്റ്റോർ ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞാൽ നമുക്കറിയാം എനർജി, സർഫസ് എനർജി തന്നെയാണല്ലോ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഈ സർഫസ് എനർജി നമുക്കറിയാം, സർഫസ് എനർജി = സർഫസ് ടെൻഷൻ ഇൻറ്റു ഇൻക്രീസ് ഇൻ ഏരിയ ഓഫ് ദി ഫ്രീ സർഫസ്. അതായത് നമുക്കറിയാം സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ, സർഫസ് എനർജി പെർ ഏരിയ, സർഫസ് എനർജി പെർ യൂണിറ്റ് ഏരിയയാണ് സർഫസ് ടെൻഷൻ. അപ്പോൾ സർഫസ് എനർജി എങ്ങനെ കണ്ടുപിടിക്കുക? സർഫസ് ടെൻഷൻ ഇൻറ്റു ഏരിയ. അതായത് ഇവിടെ ഇൻക്രീസിങ് ഏരിയ, നമ്മൾ എത്ര ഏരിയ ഇൻക്രീസ് ചെയ്തു എന്നാണ് അവിടെ വേണ്ടത്. അതാണ് നമ്മുടെ എത്ര പൊട്ടൻഷ്യൽ എനർജി അവിടെ ഉണ്ടായി, പ്രൊഡ്യൂസ് ചെയ്ത പൊട്ടൻഷ്യൽ എനർജി, ആ ഇൻക്രീസിങ് പൊട്ടൻഷ്യൽ എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്കവിടെ ഏരിയ എന്താ എടുക്കേണ്ടത്? ഇൻക്രീസ് ഇൻ ഏരിയ എടുക്കേണ്ടത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ DU = സർഫസ് ടെൻഷൻ ഇൻറ്റു ഇൻക്രീസ് ഇൻ ഏരിയ ഓഫ് ദി സർഫസ്, ഫ്രീ സർഫസ്. അപ്പോൾ സർഫസ് ടെൻഷൻ്റെ എന്താ, സർഫസ് ടെൻഷൻ S എന്ന് പറഞ്ഞിട്ട് നമ്മൾ സൂചിപ്പിക്കുമെന്ന് പറഞ്ഞു. S. ഇനി ഇവിടെ എന്താ പറയേണ്ടത്? ഇൻക്രീസിങ് ഏരിയ എന്ന് പറയുമ്പോൾ ഇൻക്രീസിങ് ഏരിയ എന്താ, നമ്മുടെ ഡെൽറ്റ ആർ ഇൻക്രീസ് ചെയ്തു. ഡെൽറ്റ ആർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ എന്തായിരിക്കും? ആ സ്ഫിയറിൻ്റെ റേഡിയസ് എന്തായിരിക്കും? R + ഡെൽറ്റ ആർ. അപ്പോൾ അതിൻ്റെ ആ സ്ഫിയറിൻ്റെ, ആ പുറത്തുള്ള സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ എന്തായിരിക്കും? 4πr + ഡെൽറ്റ ആർ (2). ഇങ്ങനെ വരില്ലേ. ഇനി ഇതിൽ നിന്ന് നമ്മുടെ ഉള്ളിലത്തെ സ്ഫിയർ, ആ ചെറിയ സ്ഫിയർ മൈനസ് ചെയ്യാം. അതായത് 4πr² മൈനസ് ചെയ്യുക. അങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ ആ ഇൻക്രീസിങ് സർഫസ് ഏരിയ നമുക്ക് കിട്ടും. ഇനി ഇത് = എന്താ, ഇതിൽ നിന്ന് എന്താ നമുക്ക് കിട്ടുക? ഇതിൽ നമുക്ക് ആ ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്യുക. ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം R + ഡെൽറ്റ ആർ (2)നെ R² + 2r ഡെൽറ്റ ആർ + ഡെൽറ്റ r² എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ അതിൽ R², ഇവിടെ ഒരു 4πr² ഉണ്ട്, ഇവിടെ ഒരു രണ്ട് സൈഡിലും ഒരു 4πr² ഉണ്ട്. അത് രണ്ടും ക്യാൻസൽ ചെയ്യും. പിന്നെ ഒരു ഡെൽറ്റ R² ടേം വരുന്നുണ്ട്. ഈ ഡെൽറ്റ R² ടേം എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ആർ വളരെ സ്മോളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ വെച്ചാൽ നമുക്ക് ഡെൽറ്റ R² നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ അവസാനം റിമെയിൻ ചെയ്യുന്ന ഇത് വരുന്നത് 4π × 2r ഡെൽറ്റ ആർ. ഈ
ഇതായിരിക്കും റിമൈൻ ചെയ്യുക. അപ്പോൾ ഇൻറ്റു പിന്നെ എസ് ഉണ്ടാവും കേട്ടോ, എസ്സും. അപ്പോൾ അതായിരിക്കും നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. അത് നിങ്ങളൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കൂ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടതിനെ ക്യാൻസൽ ചെയ്യാം. ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കൂ കേട്ടോ. അങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്കിത് കിട്ടി. ഇനി ഇതിൽ നിന്ന് പി നമുക്ക് അറിയാം, ഇക്വേഷൻ 1 2 നമുക്ക് അത് രണ്ടും ഇക്വേറ്റ് ചെയ്യാം. കാരണം പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു വർക്ക് ഡൺ ആണ് നമുക്കറിയാം. അപ്പോൾ അത് വെച്ച് രണ്ടും ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്യാനാണെങ്കിൽ പി ഇൻറ്റു പൈ 4πr² ഇൻറ്റു ഡെൽറ്റ ആർ ഈസ് ഇക്വൽ ടു എസ് ഇൻറ്റു 4π2r ഡെൽറ്റ ആർ. ഇനി ഇതിൽ നിന്ന് നമുക്ക് പി കണ്ടുപിടിക്കാം. പി ആണ് നമ്മളൊരു എക്സസ് പ്രഷറാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പി ഈസ് ഇക്വൽ ടു 2s ഡിവൈഡഡ് ബൈ ആർ എന്ന് കിട്ടും. 2s ഡിവൈഡഡ് ബൈ ആർ എന്ന് കിട്ടും. ഇതാണ് എക്സസ് പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. മനസ്സിലായല്ലോ? ഇവിടെ നമ്മളൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. എക്സസ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് പ്രഷർ മൈനസ് ഔട്ട്സൈഡ് പ്രഷറാണ്. അപ്പോൾ ഇവിടെ എന്താ, ഒരു ഡെൽറ്റ ആർ ഡിസ്റ്റൻസ് മൂവ് ചെയ്യണമെങ്കിൽ ഒരു വർക്ക് ചെയ്യണം. ആ വർക്ക് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തു, വർക്ക് കണ്ടു. കൂടാതെ അവിടെ ഈ ഇൻക്രീസിങ് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിട്ടുണ്ട്. ആ ഇൻക്രീസിങ് പൊട്ടൻഷ്യൽ എനർജി സർഫസ് ടെൻഷൻ്റെ ടേംസിൽ നമ്മൾ എഴുതി. എന്നിട്ട് നമ്മൾ അത് രണ്ടും ഇക്വേറ്റ് ചെയ്തു. ഇത്രേ ചെയ്തിട്ടുള്ളൂ. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്തപ്പോൾ നമുക്ക് പി ഈസ് ഇക്വൽ ടു 2s ഡിവൈഡഡ് ബൈ ആർ എന്ന് കിട്ടി. ഇതാണ് എക്സസ് പ്രഷറിനുള്ള ഇക്വേഷൻ. ഇപ്പോൾ നമ്മൾ എക്സസ് പ്രഷർ ഒരു ലിക്വിഡ് ഡ്രോപ്പിൻ്റെ കണ്ടുപിടിച്ചു. ലിക്വിഡ് ഡ്രോപ്പിൻ്റെ എക്സസ് പ്രഷർ എന്തായിരുന്നു കണ്ടുപിടിച്ചത്? 2s ഡിവൈഡഡ് ബൈ ആർ അല്ലേ? പി ഈസ് ഇക്വൽ ടു 2s ഡിവൈഡഡ് ബൈ ആർ. ഇത് ലിക്വിഡ് ഡ്രോപ്പിൻ്റെ എക്സസ് പ്രഷറാണ്. അപ്പോൾ നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത് നമുക്ക് ഒരു സോപ്പ് ബബിളിൻ്റെ എക്സസ് പ്രഷർ എന്താണെന്ന് നോക്കണ്ടേ. അപ്പോൾ ഈ സോപ്പ് ബബിളിൻ്റെ കേസ് കൺസിഡർ ചെയ്യുമ്പോൾ ലിക്വിഡ് ഡ്രോപ്പ് ആയിരുന്നപ്പോൾ ലിക്വിഡിൻ്റെ ആ ഇന്നർ സെക്ഷൻ ഫുള്ള് ലിക്വിഡാണ്, ഔട്ടർ സെക്ഷൻ എന്ന് പറയുന്നത് ഫുൾ എയർ ആണ്. അപ്പോൾ ഒരു സർഫസ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സോപ്പ് ബബിളിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ സോപ്പ് ബബിളിൻ്റെ ഇൻസൈഡും എയർ ആണ്, ഔട്ട്സൈഡും എയർ ആണ്. അങ്ങനെ വരുമ്പോൾ സോപ്പ് ബബിളിന് ഇന്നർ സർഫസ് ഉണ്ടാവും, സോപ്പ് ബബിളിന് ഔട്ടർ സർഫസും ഉണ്ടായിരിക്കും. അങ്ങനെ രണ്ട് സർഫസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ കിട്ടിയ എക്സസ് പ്രഷറിൻ്റെ എക്സ്പ്രഷനെ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2s ഡിവൈഡഡ് ബൈ ആർ എന്ന ലിക്വിഡ് ഡ്രോപ്പിൻ്റെ എക്സസ് പ്രഷർ ബബിളിൻ്റെ കേസ് വരുമ്പോൾ എന്തായിട്ട് മാറും? 4s ഡിവൈഡഡ് ബൈ ആർ ആയിട്ട് മാറും. മനസ്സിലായോ എന്തുകൊണ്ടാണ് വന്നതെന്ന്? സോപ്പ് ബബിളിന് 2 സർഫസ് ഉണ്ട്, ഫ്രീ സർഫസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 4s ഡിവൈഡഡ് ബൈ ആർ, പി ഈസ് ഇക്വൽ ടു 4s ഡിവൈഡഡ് ബൈ ആർ എന്ന് വന്നത്. ലിക്വിഡ്സിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് ക്യാപ്പിലാരിറ്റി. ക്യാപ്പിലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് നോക്കി നോക്കാം. ക്യാപ്പിലാരിറ്റി, the rise or depression of a liquid in a narrow tube in spite of gravity is called capillarity. അതായത് ഒരു നാരോ ട്യൂബിലൂടെ ഒരു ലിക്വിഡിന് ഒരു റൈസോ അല്ലെങ്കിൽ ഡിപ്രഷനോ ഉണ്ടാവും ഇൻ സ്പൈറ്റ് ഓഫ് ഗ്രാവിറ്റി. ഗ്രാവിറ്റീനെ നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ട് ഒരു ലിക്വിഡ് ഒരു നാരോ ട്യൂബിലൂടെ ഉയരുകയോ അല്ലെങ്കിൽ അത് താഴുകയോ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക? ക്യാപ്പിലാരിറ്റി എന്ന് പറയുക. ക്യാപ്പിലാരിറ്റിക്ക് നമ്മുടെ ഡെയിലി ലൈഫിന് ഒരു ഉദാഹരണം തന്നെ ഉദാഹരണം എന്ന് പറയുക വെച്ചാൽ തിരിയിലൂടെ എണ്ണ മുകളിലേക്ക് കയറി പോകുന്നത് അതിനൊരു ഉദാഹരണമാണ്. പിന്നെ മഴക്കാലത്ത് ചുമരിൽ വെള്ളം വരുന്നത്, ചുമരിൽ വെള്ളം നനഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം. അത് ക്യാപ്പിലാരിറ്റിക്ക് ഒരു ഉദാഹരണമാണ്. അപ്പോൾ ക്യാപ്പിലാരിറ്റി നമുക്ക് വിശദമായിട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് 2 ലിക്വിഡ്സ് എടുക്കാം. 2 ലിക്വിഡ്സ് വരുമ്പോൾ ഒന്ന് വാട്ടറും ഒന്ന് മെർക്കുറിയും. അപ്പോൾ വാട്ടറിൻ്റെ കേസിൽ ക്യാപ്പിലറി റൈസ്, അതായത് ഒരു റൈസാണ്, നാരോ ട്യൂബിലൂടെ ഒരു റൈസാണ് കാണിക്കുന്നത് എങ്കിൽ മെർക്കുറിയുടെ കേസിൽ ഒരു ഡിപ്രഷനാണ് കാണിക്കുക. അതായത് നമ്മളിപ്പോൾ ഒരു ബീക്കറിലൊരു വാട്ടർ എടുത്തു, ഒരു ബീക്കറിൽ മെർക്കുറി എടുത്തു, രണ്ടിലും ഒരു നാരോ ട്യൂബ് ഡിപ്പ് ചെയ്തു. അപ്പം കാണുന്നതാണ്, അപ്പം എന്താ കാണുക? വാട്ടറിലെന്ന് പറഞ്ഞാൽ ഒരു h ഹൈറ്റ്
ഉയരും വാട്ടർ. ആ നാരോ ട്യൂബിലൂടെ എച്ച് ഹൈറ്റ് ഉയരും. പക്ഷേ മെർക്കുറിയുടെ കേസിലാണെങ്കിൽ എച്ച് ഹൈറ്റ് താഴേക്ക് പോകും, ഒരു ഡിപ്രഷൻ ഉണ്ടാവും. ഇതാണ് ക്യാപ്പിലാരിറ്റി. അപ്പോൾ വാട്ടറിൻ്റെ കേസ് എന്ത് പറയും? ക്യാപ്പിലറി റൈസ് എന്നും, മെർക്കുറിയുടെ കേസിൽ ക്യാപ്പിലറി ഡിപ്രഷൻ, ക്യാപ്പിലറി ഫോൾ എന്നും നമുക്ക് പറയാൻ പറ്റും. അവിടെ ഒരു ഫോളാണ് ഉണ്ടാവുക. അപ്പോൾ ക്യാപ്പിലാരിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യാപ്പിലറി റൈസിനെ കുറിച്ചിട്ടാണ് കേട്ടോ. നോക്കാം നമുക്ക് എന്താണ് ക്യാപ്പിലറി റൈസ് എങ്ങനെ മെഷർ ചെയ്യാമെന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഇവിടെ 2 പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചർ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. എന്താ, ഒരു ബീക്കർ ഉണ്ട്. ആ ബീക്കറിൽ ഒരു ലിക്വിഡ് എടുത്തിട്ടുണ്ട്. ആ ലിക്വിഡിലേക്ക് ഞാനൊരു ക്യാപ്പിലറി ഇൻസേർട്ട് ചെയ്തു. ഈ ക്യാപ്പിലറി എന്ന മീനിങ് ലാറ്റിൻ വേർഡാണ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഹെയർ എന്നാണ്. അതായത് ക്യാപ്പിലറി ട്യൂബ് എന്ന് പറയുന്നത് ഒരു ഹെയർ ലൈക്ക് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും തിന്നായിട്ടുള്ള ഒരു ട്യൂബാണ് ക്യാപ്പിലറി. അങ്ങനെ ക്യാപ്പിലറി ഇൻസേർട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ക്യാപ്പിലറി റൈസ് ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു ക്യാപ്പിലറി റൈസും, ഈ ലിക്വിഡിന് ക്യാപ്പിലറി റൈസാണ്. നമ്മളിവിടെ ക്യാപ്പിലറി റൈസ് ആണല്ലോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ ലിക്വിഡിന് ഒരു ക്യാപ്പിലറി റൈസ് ഉണ്ടാവും. ഈ റൈസിനെയാണ്, ക്യാപ്പിലറി റൈസിനെയാണ് എച്ച് എന്ന ലെറ്റർ കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലിക്വിഡ് സർഫസിൽ നിന്ന് ഒരു എച്ച് ഹൈറ്റിലേക്ക് ആ നാരോ ട്യൂബിലൂടെ ലിക്വിഡ് ഉയരും. ഇതാണ് ക്യാപ്പിലറി റൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ 2 പോയിന്റ് കൺസിഡർ ചെയ്തിട്ടുണ്ട്, എ ആൻഡ് ബി. എ എന്ന് പറയുന്നത് ഒരു നമ്മുടെ എടുത്ത ലിക്വിഡിൻ്റെ സർഫസിൽ, അതായത് ബീക്കറിൽ ആ ലിക്വിഡ് സർഫസ് എങ്ങനെയാണ്, ആ ലിക്വിഡ് സർഫസിൻ്റെ മുകളിലാണ്, ലിക്വിഡ് സർഫസിലാണ് എ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ബി ആണെങ്കിൽ അതേ ഹൊറിസോണ്ടൽ ലെവൽ, എയുടെ അതേ ഹൊറിസോണ്ടൽ ലെവലിൽ ട്യൂബിൻ്റെ ഉള്ളിൽ, ക്യാപ്പിലറി ട്യൂബിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു പോയിൻ്റാണ് ബി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 2 സ്ഥലത്തും ആക്ട് ചെയ്യുന്ന പ്രഷർ എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും, നമുക്കറിയാം. കാരണം ഒരേ ഹൊറിസോണ്ടൽ ലെവലുള്ള എല്ലാ പോയിൻറ്റ്സിലും ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. നമുക്കറിയാം എ എന്ന ഇത് ലിക്വിഡ് സർഫസ് ആണ്. അവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. കാരണം ഇത് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണ് ബീക്കർ. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. അത് PA എന്ന ലെറ്റർ കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ കൂടാതെ ബി എന്ന പോയിന്റിൽ ഉണ്ടാവുന്ന പ്രഷർ എന്തായിരിക്കും? PA തന്നെ ആയിരിക്കും അല്ലേ? PA എന്ന പ്രഷർ തന്നെ ആയിരിക്കും ബി എന്ന പോയിന്റിലും ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ നാരോ ട്യൂബിൻ്റെ സർഫസ്. ഇനി നമ്മൾ കൺസിഡർ ചെയ്യണത് നാരോ ട്യൂബിൻ്റെ സർഫസാണ്. നാരോ ട്യൂബിൻ്റെ സർഫസ് പറഞ്ഞാൽ എന്താ? അതൊരു കോൺകേവ് ഷേപ്പ്ഡാണ് അല്ലേ? ഒരു കോൺകേവ് ഷേപ്പ്ഡാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ, ഈ സർഫസ് എന്ന് പറഞ്ഞാൽ ഒരു ലിക്വിഡ് എയർ ഇൻ്റർഫേസ് ആണ് അല്ലേ? ഒരു ലിക്വിഡ് എയർ ഇൻ്റർഫേസ് ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു ലിക്വിഡ് എയർ ഇൻ്റർഫേസ് എന്ന് പറയുമ്പോൾ ഇത് നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക. ഇതൊരു കോൺകേവ് ഷേപ്പാന്ന് പറഞ്ഞു. ഈ കോൺകേവ് ഷേപ്പ് എന്ന ഒരു സർക്കിളിൻ്റെ ഭാഗമാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ഒരു സർക്കിൾ നമുക്ക് കിട്ടും. ഈ സർക്കിളിൻ്റെ ചുറ്റും ഇപ്പോൾ ഇത് സർക്കിളല്ല, പക്ഷേ സർക്കിളിൻ്റെ ഒരു പാർട്ടാണ് അല്ലേ? അപ്പോൾ കൺസിഡർ ചെയ്യുക, ഇങ്ങനെ ഇതൊരു ഫുള്ളായിട്ടൊരു സർക്കിളായിട്ടുണ്ടെങ്കിൽ ഇതൊരു ക്യാവിറ്റി പോലെയല്ലേ ആക്ട് ചെയ്യുക? ഉള്ളിൽ ഫുള്ള് എയർ, അതായത് ഇതിൻ്റെ മുകളിലും ആക്ട് ചെയ്യുന്ന പ്രഷർ എന്തായിരിക്കും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ തന്നെയാണ്. അപ്പോൾ PA ഉള്ള ഒരു PA ഇൻറ്റേർണൽ പ്രഷറായിട്ട് വരുന്ന ഒരു ക്യാവിറ്റി ആയിട്ടുണ്ടാവുക, എയറുള്ള ക്യാവിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ പുറത്ത് എന്താ? ലിക്വിഡാണ്. ലിക്വിഡ് P0 ലിക്വിഡാണ്. അപ്പോൾ നമുക്ക് എന്താ പറയാം? ഉള്ളിലത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ PIയും പുറത്തത്തെ പ്രഷർ എന്ന് പറയുന്നത് P0യും. അപ്പോൾ അവിടെ ഒരു എക്സസ് പ്രഷർ ഉണ്ടാവുന്നുണ്ടല്ലോ. ഈ പ്രഷർ കാരണം, എക്സസ് പ്രഷർ അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് ഇൻ പ്രഷർ ഉണ്ടാവുന്നുണ്ട്. ഈ പ്രഷർ കാരണമാണ് നമുക്ക് ഇവിടെ ക്യാപ്പിലറി റൈസ് ഉണ്ടായത്. മനസ്സിലായോ? ഈ പ്രഷർ കാരണമാണ് അവിടെ ക്യാപ്പിലറി റൈസ് ഉണ്ടായത്. ഈ P ഇൻസൈഡിലുള്ള ഈ പ്രഷർ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എന്താ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ PAക്ക് ഈക്വലാണ്. അപ്പോൾ നമുക്കിവിടെ PA ഈക്വൽ ടു PI എന്നെടുക്കാം. ഈ ചെറിയ ഇൻറ്റേർണൽ ആയിട്ട് വരുന്ന ഈ പ്രഷറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ PA ഈക്വൽ ടു PI. അപ്പോൾ നമുക്ക് അറ്റ് എയിലും PI പ്രഷറാണ് ആക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും.
അപ്പോൾ ഇതാണ് ഫിഗറിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ നമുക്ക് പറഞ്ഞു എന്തുകൊണ്ടാണ് ഇപ്പോൾ കാപ്പിലറി റൈസ് ഉണ്ടാകുന്നത്. കാപ്പിലറി റൈസ് ഉണ്ടാകുന്നത് ഡ്യൂ ടു ദ പ്രഷർ ഡിഫറൻസ് അക്രോസ് ദി കർവ്ഡ് ലിക്വിഡ് എയർ ഇൻ്റർഫറൻസ് ദ വാട്ടർ റൈസ് അപ്പ് ഇൻ എ നാരോ ട്യൂബ് ഇൻ സ്പൈറ്റ് ഓഫ് ഗ്രാവിറ്റി. അത് നമുക്ക് മനസ്സിലായില്ലേ. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിന് കാപ്പിലറി റൈസിൻ്റെ ഡെറിവേഷൻ എന്ന് നോക്കാം. In order to find the capillary rise, consider a vertical capillary tube of circular cross-section of radius A inserted into a open vessel of water. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ കാപ്പിലറി ട്യൂബിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് സ്മോൾ എ ആയിരിക്കും. സ്മോൾ എ റേഡിയസ് ഉള്ള കാപ്പിലറി ട്യൂബാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ആ സർഫസ് ലിക്വിഡ് എയർ ഇൻ്റർഫേസ് കാപ്പിലറി ട്യൂബിലുള്ള ലിക്വിഡ് എയർ ഇൻ്റർഫേസ് നമ്മളിവിടെ എൻലാർജ് ചെയ്തിട്ട് സെക്കൻഡ് പിക്ചറിൽ വരച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ മനസ്സിലാവും. ദ ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ ബിറ്റ്വീൻ വാട്ടർ ആൻഡ് ഗ്ലാസ് ഈസ് അക്യൂട്ട്. അപ്പോൾ ഗ്ലാസും വാട്ടറും തമ്മിലുള്ള ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് തീറ്റയാണ്. ആ തീറ്റ റെപ്രസെൻറ്റ് ചെയ്തത് നോക്കൂ എവിടെയാണ്, ഇ ബി ഡി എന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ദസ് ദ സർഫസ് ഓഫ് ദി വാട്ടർ ഇൻ ദ കാപ്പിലറി ഈസ് കോൺകേവ് ഷേപ്പിലാണല്ലോ സർഫസ് ഓഫ് ദി ലിക്വിഡ്. അത് കോൺകേവ് ഷേപ്പ്. ആസ് ദ റിസൾട്ട് there is a pressure difference between the two sides of the top surface. അപ്പോൾ ഈ സർഫസിൽ എന്ത് ചെയ്യും, ഇങ്ങനെ കോൺകേവ് ഷേപ്പ് ആയതുകൊണ്ട് നമുക്ക് പറയാം ഇവിടെ ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ട്. ഈ പ്രഷർ ഡിഫറൻസ് ഉണ്ടാവുന്നുണ്ട്. ഈ പ്രഷർ ഡിഫറൻസ് PI - P0 എന്ന് പറയുന്നത് എക്സസ് പ്രഷർ ആയിട്ടുള്ള 2S/Rന് ഈക്വലാണ്. 2S/Rന് ഈക്വലാണ്. അതിൽ S എന്താ, സർഫസ് ടെൻഷനും R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദി കോൺകേവ് സർഫസ്. ആ കോൺകേവ് സർഫസിൻ്റെ റേഡിയസ് ആണ്. കോൺകേവ് സർഫസ് എന്ന് പറയുമ്പോൾ നമ്മളത് കോൺകേവ് സർഫസ് എന്ന് പറയുന്നത് ഒരു ആസ് ദി പാർട്ട് ഓഫ് എ സർക്കിൾ എന്ന് പറയാമല്ലോ. ഒരു പാർട്ട്, സർക്കിളിൻ്റെ ഒരു പാർട്ടാണ് എന്ന് പറയാം. ഏത്, കോൺകേവ് സർഫസ് ഈസ് എ പാർട്ട് ഓഫ് എ സർക്കിൾ. ആ സർക്കിളിൻ്റെ റേഡിയസ് ആയിരിക്കും R. അപ്പോൾ നമുക്ക് R ഇവിടെ എ ബിനെ R എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ ഫിഗറിൽ നമുക്ക് അറിയാം ABC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രയാങ്കിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. ABC എന്ന് പറഞ്ഞിട്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഈ ട്രയാങ്കിളിൽ എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും. കാരണം റേഡിയസ് R, റേഡിയസും പിന്നെ അതിൻ്റെ മിഡിൽ സെക്ഷനാണ് ആ കാപ്പിലറിയുടെ മിഡിലായിട്ടൊരു കാപ്പിലറിയുടെ റേഡിയസും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, റേഡിയസും കാപ്പിലറിയുടെ റേഡിയസും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഓഫ് കോണ്ടാക്റ്റിന് തുല്യമായിരിക്കും. കൂടാതെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആവാനുള്ള കാരണം ആ ആംഗിൾ ACB എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ആ ആംഗിൾ ACB എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് അറിയാം ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് തീറ്റ എന്ന് പറയുന്നത് തന്നെ ആയിരിക്കും ABC ആംഗിൾ ABC. അത് മനസ്സിലായല്ലോ. അത് നിങ്ങൾക്ക് ഫിഗർ ഒന്ന് ശ്രദ്ധിച്ച് അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ രണ്ട് ആംഗിളുകളും സെയിം ആയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ ഈ ഫിഗറിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും കോസ് തീറ്റയുടെ വാല്യൂ എന്താ, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ്. അപ്പോൾ A/R എന്ന് എഴുതാൻ പറ്റും. കോസ് തീറ്റ = A/R. അപ്പോൾ R അതൊന്ന് കണ്ടുപിടിച്ചൂടെ. R എന്ന് പറഞ്ഞാൽ എന്താ, A/cos തീറ്റ. മനസ്സിലായില്ലേ? ഇതുവരെ മനസ്സിലായില്ലേ? ഇനി ഈ ഇക്വേഷൻ നമ്മൾ കോസ് തീറ്റ കണ്ടുപിടിച്ചിട്ട് നമ്മളിപ്പോൾ ആറിന് ഉള്ള എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു അല്ലേ. ഈ കണ്ടുപിടിച്ച ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു, നമ്മളുടെ എക്സസ് പ്രഷർ ഡിഫറൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതായത് ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക PI - P0 = 2S/R. ആറിൻ്റെ സ്ഥാനത്ത് നമ്മൾ A/cos തീറ്റ കൊടുത്തു. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, 2S cos തീറ്റ / A എന്ന് കിട്ടും. ഇതിനെ ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി അടുത്തത്, thus the pressure of the water inside the tube just at the meniscus
അതായത് എയർ വാട്ടർ ഇൻ്റർഫറൻസ് ഈസ് ലെസ് ദാൻ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അത് നമുക്കറിയാം. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ബി എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് അല്ലേ. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്, അത് നമുക്കറിയാം. കൂടാതെ നമുക്ക് അറിയാം എക്സസ് പ്രഷർ എന്ന് പറഞ്ഞാൽ PI - P0 ആണ്. അപ്പോൾ PI ആയിരിക്കും അവിടെ കൂടുതൽ P0നേക്കാളും. അങ്ങനെ PI എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണെന്നറിയാം. അതായത് PI = atmospheric pressure. Therefore, atmospheric pressure is greater than the P0. P0 എന്ന് പറഞ്ഞാൽ ലോവർ മെനിസ്കസിൽ ലിക്വിഡിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ, അതാണ് P0 എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ കൺസിഡർ 2 points A and B. They have same pressure. അപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തായിരുന്നു A, B എന്ന് പറഞ്ഞിട്ട് 2 പോയിന്റ്. അപ്പോൾ രണ്ടിനും സെയിം പ്രഷറാന്ന് പറഞ്ഞു. അപ്പോൾ എയിൽ ആക്ട് ചെയ്യുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അതിനെ നമുക്ക് PA = PI എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അപ്പോൾ ബിയിൽ ആക്ട് ചെയ്യുന്നതോ, ബിയിലും അതേപോലെ PI എന്ന പ്രഷറായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക. അതായത് ഇവിടെ എഴുതിയിട്ടുണ്ട് pressure at A = pressure at B = PA = PI. നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ PI എന്ന് പറഞ്ഞാൽ പ്രഷർ അറ്റ് ബി ആണ്, അത് നമുക്കറിയാം. ഇപ്പോൾ പ്രഷർ അറ്റ് ബി എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? പ്രഷർ അറ്റ് ബി എന്ന് പറഞ്ഞാൽ നമുക്ക് P0, അതായത് ടോപ്പിൽ സർഫസിൻ്റെ ലോവർ മെനിസ്കസിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ പ്ലസ് നമുക്ക് HρG എന്ന് എഴുതാൻ പറ്റും. ആ HρG ഇത് നമ്മൾ പഠിച്ചതാണ്. P0 + HρG എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൽ H എന്ന് പറഞ്ഞാൽ എന്താ? കാപ്പിലറി റൈസ് ആണ്. പിന്നെ റോ എന്ന് പറഞ്ഞാലോ ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ്. G എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഈ എക്സ്പ്രഷനും കിട്ടി. അതായത് PI - P0 നമുക്ക് HρG എന്ന എക്സ്പ്രഷൻ കിട്ടി അല്ലേ. ഇത് ഇക്വേഷൻ നമ്പർ 4 ആയിട്ട് എടുക്കുക. എന്നിട്ട് ഇക്വേഷൻ 3 and 4 നമുക്ക് ഇക്വേഷൻ 3യും കിട്ടിയിട്ടുണ്ട്, ഇക്വേഷൻ 4ഉം കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും കൂടിയും നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. അങ്ങനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ HρG = 2s cos θ / A എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് കാപ്പിലറി റൈസ് ആയിട്ടുള്ള H നമുക്ക് കണ്ടുപിടിച്ചൂടെ? H എങ്ങനെ കണ്ടുപിടിക്കുക? 2s cos θ / ρGA. 2s cos θ / ρGA. അപ്പോൾ ഇതാണ് കാപ്പിലറി റൈസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. മനസ്സിലായല്ലോ? ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇക്വേഷനിൽ നിന്ന് നമുക്കറിയാം കാപ്പിലറി റൈസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സർഫസ് ടെൻഷന് ഡിപ്പെൻഡ് ചെയ്യും, പിന്നെ എന്താണ് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യും, തീറ്റ അതിനെ ഡിപ്പെൻഡ് ചെയ്യും, പിന്നെ ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ്, പിന്നെ കാപ്പിലറി ട്യൂബിൻ്റെ റേഡിയസ്. ഇങ്ങനെ ഇത്രയും ഫാക്ടേഴ്സിനെ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ കാപ്പിലറി റൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഇത് കാപ്പിലറി ട്യൂബിൻ്റെ റേഡിയസ് കൂടുമ്പോൾ കാപ്പിലറി റൈസ് അവിടെ എന്താ ഡിക്രീസ് ചെയ്യുക അല്ലേ. കാപ്പിലറി റൈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ റേഡിയസ് ഓഫ് ദി കാപ്പിലറി ട്യൂബിൻ്റെ റേഡിയസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ കാപ്പിലറി റൈസ് കൂടണമെങ്കിൽ എന്ത് ചെയ്യും? റേഡിയസ് ആ ട്യൂബിൻ്റെ റേഡിയസ് വളരെ കുറവായിരിക്കണം. പിന്നെ ഡെൻസിറ്റി അതേപോലെ തന്നെ നമുക്കറിയാം മെർക്കുറിയുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത് വാട്ടറിനേക്കാളും വളരെ കൂടുതലാണ് ഡെൻസിറ്റി. അതുകൊണ്ട് തന്നെ ഡെൻസിറ്റി കൂടുമ്പോൾ അവിടെ കാപ്പിലറി റൈസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അതുകൊണ്ട് നമുക്കറിയാലോ മെർക്കുറിക്ക് എന്താ ഉണ്ടാവുക? ഡിപ്രഷൻ ഉണ്ടാവുക, കാപ്പിലറി റൈസ് അധികം ഉണ്ടാവുന്നില്ല. അപ്പോൾ അതും ഒരു എക്സാമ്പിളായിട്ട് പറയാം. പിന്നെ നമുക്ക് ആംഗിള് തീറ്റ, അപ്പോൾ ഒരു അക്യൂട്ട് ഇപ്പോൾ കോസ് തീറ്റേനെ ഡിപ്പെൻഡ് ചെയ്യും. കോസ് തീറ്റയ്ക്ക് എന്താ 1 വരുമ്പോൾ അത് മാക്സിമം ആയിരിക്കും. അത് തീറ്റയുടെ വാല്യൂ കോസ് തീറ്റയുടെ വാല്യൂ 1 വരുമ്പോൾ അത് മാക്സിമം ആയിരിക്കും. കോസ് തീറ്റയുടെ വാല്യൂ 1 വരുന്നത് മാക്സിമം വാല്യൂ 1 ആവണമെങ്കിൽ എപ്പോഴാണ്? കോസ് 0 1 വരണം. അത് മാക്സിമം അക്യൂട്ട് ആവുമ്പോഴാണ് നല്ല കാപ്പിലറി റൈസ് ഉണ്ടാവുക. അപ്പോൾ മനസ്സിലായോ? ഇനി സർഫസ് ടെൻഷനും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ കാപ്പിലറി റൈസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട്, ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ് ആൻഡ് റേഡിയസ് ഓഫ് ദി കാപ്പിലറി ട്യൂബ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്. ചിലപ്പോൾ എക്സാമിനൊക്കെ ചിലപ്പോൾ ഡിറൈവ് ചെയ്യാം, കാപ്പിലറി റൈസിലുള്ള എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. മനസ്സിലായില്ലേ?